ഓക്കെ, നമുക്ക് തുടങ്ങാം. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു സ്റ്റോറി പോലെ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിവേ ജസ്റ്റ് ഇങ്ങനെ കേട്ട് പോവുക. അപ്പൊ അതില് നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഇതിലിപ്പോ ഞാൻ മുമ്പ് ഈ കാര്യം പറഞ്ഞിരുന്നു. പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണോ ഇല്ല എന്നുള്ളത് കേശവാനന്ദ ഭാരതി കേസും അതുപോലെ തന്നെ ബറൂബറ യൂണിയൻ കേസും ഒക്കെ കോട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങളോട് ഡിസ്കസ് ചെയ്തിരുന്നോ? യെസ് സർ, അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ഫൈൻ. അതെങ്ങനെയാണ് അതിന്റെ പാർട്ടാണെന്ന് ഞാൻ കൃത്യമായിട്ട് വിവരിച്ചു തന്നായിരുന്നല്ലോ അല്ലെ? അപ്പൊ അതിലെ ക്ലാസ്സിൽ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം, റെക്കോർഡ് കാണാം, എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാനിത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ ഫൈൻ. ഇനി എന്നാ പിന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ലല്ലോ. ആർട്ടിക്കിൾ 1 മുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ സുഹേൽ? ഇല്ല സർ, ആർട്ടിക്കിൾസ് തുടങ്ങിയിട്ടില്ല. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. അപ്പോ നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരെയും കണ്ടിനോ? നിങ്ങൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് നോക്കിയോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ PDF ആരെങ്കിലും എടുത്ത് നോക്കിയോ? ഉണ്ടാവില്ല അല്ലെ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാരും? കാണുന്നുണ്ടോ? ഓക്കെ, ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. നെതയുടെ വോയിസ് ക്ലിയർ അല്ലേ? വൈഫൈ അല്ലേ യൂസ് ചെയ്യുന്നത്? ഒന്ന് റിപ്ലൈ ചെയ്യണം. ബാക്കിയുള്ളവരുടെ ഓക്കെ ഫൈൻ. അപ്പോ ഈ കാണുന്നതാണ് എന്താ പറയാ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ PDF. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് അതിന്റെ തുടക്കത്തിൽ തന്നെ പ്രിയാമ്പിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പ്രിയാമ്പിൾ ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, പാർട്ട് 1. ഓക്കെ, ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് വെച്ചാൽ പാർട്ട് 1 പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യൂണിയനും അതുപോലെ തന്നെ അതിന്റെ സ്ഥലങ്ങൾ എങ്ങനെയായിരിക്കണം, ടെറിട്ടറി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് പാർട്ട് 2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പ്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പാർട്ട് 3ലേക്ക്, പാർട്ട് 2 എന്ന് പറയുന്നത് 5 to 11 ആണ്. ഓക്കെ, 11 കഴിയുമ്പോൾ പാർട്ട് 3 തുടങ്ങുകയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. അതിൽ 12th നമുക്ക് സ്റ്റേറ്റ് എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്യുന്നു. 13th ടെറിട്ടറി ഓഫ് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂയുടെ കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് പറയുന്നു. ഓക്കെ, പിന്നെ ഈ 14 ഇത് മൊത്തം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട് 4ലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം പാർട്ട് 4 എന്താണ്? ആരാണ് റിപ്ലൈ ചെയ്യാൻ? പാർട്ട് 4 എന്താണ്? പെട്ടെന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലേ സർ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്കറിയാം 32 വരെ എന്ത് പറയുന്നുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അൺടിൽ നമുക്കറിയാം ഇതുവരെ, ഏതുവരെ? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടാനുള്ള, നമുക്ക് റിവ്യൂ പോകാനുള്ള ഒക്കെ അവസരം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അത് കഴിഞ്ഞിട്ട് 34 35 ഒക്കെ അപ്പീലിന്റെ കാര്യങ്ങൾ പാർലമെന്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാണ്. 36 മുതൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, പാർട്ട് 4 വരുന്ന കാര്യങ്ങളാണ്. അപ്പോ പാർട്ട് 3 വരുന്നത് ആർട്ടിക്കിൾ 35 വരെ, പിന്നെ 36 മുതൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, പിന്നെ അടുത്തത് പാർട്ട് 5 ആയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പിന്നെ അങ്ങോട്ട് പ്രസിഡന്റ് കാര്യങ്ങൾ. ഇങ്ങനെ 395 വരെ പോകുന്ന കാര്യങ്ങളാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എൻട്രൻസിന്റെ ഇതില്, അല്ലാതെ എല്ലാ ആർട്ടിക്കിളും എടുത്ത് പഠിക്കണമെന്ന് ഇപ്പൊ നടക്കില്ലല്ലോ. നമുക്ക് എൻട്രൻസിൽ എന്തൊക്കെയാണ് ഹൈലൈറ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്ന എന്തിലുള്ളത്, PPT
ഉള്ളത്. ഓക്കെ, അപ്പോ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കുമോ? കാരണം അവർക്കിനി എന്തൊക്കെ മനസ്സിലാവാനുണ്ട് ഒന്ന് പറയോ? ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകള് എല്ലാം റെക്കോർഡ് ഒക്കെ കേട്ടിണോ? ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കണോ? ലേറ്റ് ആയിട്ട് ജോയിൻ അഫ്നാൻ അൻവർ, ഓക്കെ. അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് മനസ്സിലായില്ലേ? എന്താണ്, എങ്ങനെയാണ്? പ്രിയാമ്പിളിന്റെ ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ. പ്രിയാമ്പിള് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അയച്ചു തരാം കേട്ടോ. പ്രിയാമ്പിൾ അതുപോലെ തന്നെ ഇതുവരെ ഇനിയിപ്പോ ഓക്കെ, നമുക്കറിയാം കുറച്ചും കൂടെ ഒന്ന് കാച്ചപ്പ് ചെയ്യാനുണ്ട് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകൾ അല്ലേ. എനിവേ അവർക്ക് ഞാൻ എന്ത് ചെയ്യാം, എല്ലാ റെക്കോർഡ് ക്ലാസ് ഒന്ന് ചാറ്റിൽ, പേഴ്സണൽ ചാറ്റിൽ വരിക കേട്ടോ. ഇതുവരെ ഏതൊക്കെയാണ് കേട്ടത് എന്നുള്ളതൊക്കെ ഒന്ന് വന്നിട്ട് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ ഇട്ട് തരാം എന്നതാണ്. ഇപ്പൊ നമ്മൾ അതൊക്കെ മറക്കുക. ഇതുവരെ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്, അതിന്റെ ബാക്ക്ഡ്രോപ്പ് എന്താണ്, അതിന്റെ ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ പിറകിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, കുറെ എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 1 എന്താണ്, ആർട്ടിക്കിൾ 2 എന്താണ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എൻട്രൻസിനും ചോദിക്കാറ്. അത് മാത്രം പഠിച്ചാൽ മതി. അതിലിപ്പോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആർട്ടിക്കിൾ 1 to 4 എന്താണ് ഡീൽ ചെയ്യുന്നത്, ഇന്ത്യയുടെ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, യൂണിയൻ ടെറിട്ടറീസ് എന്തായിരിക്കണം. അപ്പൊ ഫസ്റ്റ് ആർട്ടിക്കിൾ 1 ഈ വാക്ക് നോക്കുക. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് റാദർ ദാൻ എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോ ഈ പല എൻട്രൻസ് എക്സാമിലും കാണലുണ്ട് ഇന്ത്യ ദാറ്റ് ഈസ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് മാർക്ക്. ഓക്കെ, അപ്പൊ ഇന്ത്യ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 1 പ്രകാരം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ വാക്ക് ഫസ്റ്റ് ആർട്ടിക്കിൾ 1 ഡിസ്ക്രൈബ് ദാറ്റ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇന്ത്യ എന്നാൽ ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, കുറെ സ്റ്റേറ്റ്സിന്റെ യൂണിയൻ ആണ് ഭാരത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് റാദർ ദാൻ എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് US എക്സാമ്പിൾ എടുക്കേണ്ടി വരും. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് യൂണിയൻസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്സിന് വേറെ രീതിയിൽ തന്നെയുള്ള പവറുകൾ ഉണ്ട്. പക്ഷെ ഒരു യൂണിറ്ററി ഗവൺമെന്റ് പോലെയാണ് ഇന്ത്യ, കാരണം സ്ട്രോങ് സെന്റർ ആണ്. ഞാൻ മുമ്പ് അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ എന്താണ് ഫെഡറൽ ഗവൺമെന്റും യൂണിറ്ററി ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാം. അപ്പൊ ഇന്ത്യ ഒരു ടോട്ടലായിട്ട് ഒരു യൂണിറ്ററി ഗവൺമെന്റും അല്ല, ടോട്ടലായിട്ട് ഒരു ഫെഡറൽ ഗവൺമെന്റും അല്ല. ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ കൺട്രി ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള വാക്ക് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റിലത്തെ ആർട്ടിക്കിളിൽ നിങ്ങൾ ജസ്റ്റ് റിമൈൻഡ് ചെയ്യേണ്ട കാര്യം. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നുള്ള വാക്ക്. ഇനി ആർട്ടിക്കിൾ 2 എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, empowers the parliament to admit into the union of India or establish new states on such terms and conditions as it thinks fit. Thus article 2 grants 2 powers to the parliament. ഒന്ന്, പാർലമെന്റിന് എന്തിനു ചെയ്യാം? പാർലമെന്റ് എന്ന് വെച്ചാൽ സെൻട്രൽ, നമുക്കറിയാം ലോക്സഭയും രാജ്യസഭയും ഒക്കെ കൂടുന്നതാണ് പാർലമെന്റ്. അപ്പൊ അതുപോലെ തന്നെ പ്രസിഡന്റ്, പാർലമെന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ. അപ്പൊ പാർലമെന്റിന് എന്ത് ചെയ്യും? വൈസ് പ്രസിഡന്റ് ഉണ്ടാവില്ലേ പാർലമെന്റിലെ പ്രസിഡന്റ് ആണ്. പാർലമെന്റിലെ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ ചെയർമാനാണ്, എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഓക്കെ, ഓക്കെ സർ. വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ സ്പീക്കർ. അതെല്ലാവർക്കും അറിയോ? സ്പീക്കർ എന്ന് പറഞ്ഞാൽ എക്സ് ഒഫീഷ്യോ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വൈസ് പ്രസിഡന്റ് റോൾ ഒക്കെ വരുമ്പോൾ ഡിസ്കസ്. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരുടെ റോളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രസിഡന്റ് ആരാണ്, വൈസ് പ്രസിഡന്റിന്റെ റോൾ എന്താണ്, എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് വരും. അപ്പൊ ആർട്ടിക്കിൾ 2 പ്രകാരം പാർലമെന്റിന് എന്തിന്റെ അധികാരമുണ്ട്? ഇന്ത്യയിലേക്ക് പുതിയ സ്റ്റേറ്റ്സിനെ അംഗീകരിക്കാനുള്ള അധികാരം. എന്ന് വെച്ചാൽ പണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമുക്കറിയാം, പിന്നീടാണ് ഹൈദരാബാദ് ഉണ്ടാകുന്നത്. കേരള പിറവി എപ്പോഴാണ്? November 1st വർഷം 1950.
1956. അപ്പൊ 1947 വന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലല്ലേ 4950 കമൻസ്മെന്റ് ആയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലല്ലേ അതിനുശേഷം 6 വർഷം കഴിഞ്ഞിട്ടില്ല കേരളം പോലത്തെ ഒരു സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോ അല്ലേ ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് തെലങ്കാന, ആന്ധ്രാപ്രദേശ് കുറെ പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടായില്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത് പാർലമെന്റിന് പുതിയ സ്റ്റേറ്റ്സിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 2. അതുപോലെ തന്നെ പുതിയ സ്റ്റേറ്റ്സിനെ ഉണ്ടാക്കാനുള്ള ദ പവർ ടു എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ്സ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ആർട്ടിക്കിൾ 2 വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? പുതിയൊരു സ്റ്റേറ്റ് അഡ്മിറ്റ് ചെയ്യാനും ഏതെങ്കിലും ഒരു പണ്ട് പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ് ആയിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്ന ആളുകൾ പറയുകയാണ് നമുക്ക് ഇന്ത്യയുടെ ഭാഗമാവണം. ആ സമയത്ത് ഇന്ത്യയിൽ പുതിയൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള അധികാരവും അതുപോലെ തന്നെ പുതിയ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? പാർലമെന്റിന് ഉണ്ട്. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ ജസ്റ്റ് ഈ 2 പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. ഇനി ആർട്ടിക്കിൾ 3 പ്രകാരമാണ് എന്തുള്ളത്? പാർലമെന്റ് പവർ ടു റീഓർഗനൈസ് ദി സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള നിലവിൽ ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യാനുള്ള പവർ പാർലമെന്റിന് ഉണ്ട്. ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് ABC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ്, ഓൾറെഡി ഉള്ള സ്റ്റേറ്റിൽ നിന്നും പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തെലങ്കാനയിൽ നടന്ന കാര്യം, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന വലിയൊരു സ്റ്റേറ്റിന് അതിൻ്റെ അകത്ത് ഒരു ടെറിട്ടറി ഉണ്ടാക്കിയിട്ട് പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഫ്രം എനി സ്റ്റേറ്റ്. Is that the same thing with Jammu and Kashmir? ജമ്മു ആൻഡ് കാശ്മീരിൽ എങ്ങനെ? ജമ്മു ആൻഡ് കാശ്മീർ അതെ, അതിപ്പോ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയില്ലേ? അതിന്റെ അധികാരം റെഡിക്കും പാർലമെന്റിനുണ്ട്. പക്ഷേ അതാണ് ഇപ്പൊ ചെയ്തത്. ദാറ്റ് ഈസ് വാട്ട് പാർലമെന്റ് ഹാസ് ഡൺ. Yes, sir. പക്ഷെ അവിടെ വിഷയം വന്നിട്ടുള്ളത് ലീഗലി പാർലമെന്റ് ക്യാൻ ഡു ദാറ്റ്. പക്ഷെ ആർട്ടിക്കിൾ 370 ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള സ്റ്റേറ്റിന് പ്രത്യേക പവർ കൊടുത്തിരുന്നു. അതിലേക്ക് വരാം. എനിവേ, എന്താണ് പവർ എന്ന് വെച്ചാൽ ഞാൻ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഇപ്പൊ ചോദിച്ചതുകൊണ്ട് പറയാം. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു ആൻഡ് സ്റ്റേറ്റിന്റെ നിലവിലുള്ള Jawaharlal Nehru had given some extra അതെ അതെ, ആകെ ഇന്ത്യക്ക് ആകെ ആക്സസ് ഉണ്ടായിരുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ്, ഡിഫൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ്. ബാക്കി എല്ലാ പവറും ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു ആൻഡ് കാശ്മീരിന് വേറെ റംബീർ പീനൽ കോഡ് ഉണ്ട്, വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കൃത്യമായിട്ട് അവരെ സ്റ്റേറ്റിന് വേറെ കാര്യങ്ങളുണ്ട്, വേറെ ഫ്ലാഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇന്ത്യ ഈ ഒരു ആർട്ടിക്കിൾ 3 വെച്ചിട്ട് ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള പവർ ആർട്ടിക്കിൾ 370 പ്രകാരം ഇന്ത്യയെ ജമ്മു ആൻഡ് കാശ്മീരിനെ അക്സെപ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് നിയമത്തിലെ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പഠിക്കാനുണ്ടാവും. അപ്പൊ അത് 370 കൊടുത്തിട്ടുള്ള പ്രത്യേക അംഗീകാരമായിരുന്നു. അപ്പൊ ആ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത്? ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയുടെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പൊ അത് റെഡിക്കും അതിന്റെ ലീഗൽ പ്രൊസീജിയർ എങ്ങനെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ഓൾറെഡി നിലവിലുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വെച്ചാൽ MLA-മാരും ചീഫ് മിനിസ്റ്ററും ഒക്കെ ഉള്ള ജമ്മു ആൻഡ് കാശ്മീരിന് കേരളം പോലെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നല്ലോ. ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ആളുകൾ ചർച്ച ചെയ്ത് അവര് പാസ്സാക്കിയിട്ട് അവര് പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് ആർട്ടിക്കിൾ 370 പ്രകാരം ഓൾറെഡി മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ട് മാറ്റാനുള്ള റെഡിക്കുമുള്ള റൂള്. ഇപ്പൊ എന്താണ് അവിടെ ചെയ്തിരുന്നത്? അവിടെ പ്രസിഡന്റ് എമർജൻസി പ്രഖ്യാപിച്ചു. ഓക്കെ, എമർജൻസി പ്രഖ്യാപിച്ചിട്ട് ഗവർണറാണ് അവിടെ റൂൾ ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റിൽ എമർജൻസി വന്നാൽ പിന്നെ ഗവർണർ ആണല്ലോ ഗവേണിംഗ് ബോഡി, ഗവർണിംഗ് പവർ ആയിട്ട്. അപ്പൊ ഗവർണർ ഭരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഗവർണർ ത്രൂ അല്ലെങ്കിൽ പ്രസിഡന്റ് ത്രൂ അസെന്റ് വാങ്ങിയിട്ട് അംഗീകാരം വാങ്ങിയിട്ട് സ്റ്റേറ്റിലുള്ള ഭരണകർത്താക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് പാർലമെന്റ് പുതിയൊരു ബില്ല് അവതരിപ്പിക്കുകയും ആ സ്റ്റേറ്റിനെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് ചെയ്ത രീതി എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യമാണ്. അത് എന്താ പറയാ, തെറ്റായ രീതിയിലാണ് ആ ഒരു സ്റ്റേറ്റിനെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ട്, ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റിയിട്ടുള്ളത്. ഓൾറെഡി ഉള്ള അവിടെയുള്ള അസംബ്ലിനെ ഡൈല്യൂട്ട് ചെയ്തിരുന്നു. ഒരുപാട് കാലങ്ങളായിട്ട് അസംബ്ലി നിലവിലുണ്ടായിരുന്നില്ല 6 മാസത്തിന്റെ മുകളിലായിട്ട്. ഓക്കെ, ആ ഒരു സമയം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോ ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇത് ചെയ്യാനുള്ള അധികാരം ഇന്ത്യക്കുണ്ട്, പക്ഷെ കാശ്മീരിന്റെ കേസിൽ ചെയ്യാനുള്ള അധികാരം ഇല്ലായിരുന്നു. പക്ഷെ അത് ചെയ്ത വേറെ രീതിയിലുള്ള വേ കൂടി ചെയ്തു. ഓക്കെ, എനിവേ 370 അബ്രോഗേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തു. അപ്പോ ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാനും ടെറിട്ടറിന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം, അതുപോലെ തന്നെ ബൈ യുണൈറ്റിംഗ് 2 or more states or parts of states or by uniting any territory to part of any state, 2 or 3 സ്റ്റേറ്റുകൾ ഒന്നാക്കി മാറ്റാനും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ടെറിട്ടറികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനൊക്കെയുള്ള അധികാരം പാർലമെന്റിനുണ്ട്. ഇൻക്രീസ് ദി ഏരിയ ഓഫ് എനി സ്റ്റേറ്റ്. നമുക്കറിയാം പണ്ടൊക്കെ പാലക്കാടൊക്കെ ഒരുപാട് തമിഴ്നാട് മുഖേനയുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒക്കെ ഡിസിഷൻ ഒക്കെ എങ്ങനെയാണ് വരിക? ഇപ്പൊ പാർലമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പരിമിതികൾ വലുതാക്കാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ട്. ഡിമിനിഷ് ദി ഏരിയ ഓഫ് എനി സ്റ്റേറ്റ്. ഏതെങ്കിലും സ്റ്റേറ്റിന്റെ സ്ഥലം കുറക്കാൻ വേണ്ടിയിട്ട്. ആൾട്ടർ ദ ബൗണ്ടറി ഓഫ് എനി സ്റ്റേറ്റ്. ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ബൗണ്ടറി നീട്ടാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട്. ആൾട്ടർ ദ നെയിം ഓഫ് എനി സ്റ്റേറ്റ്. നമുക്കറിയാം കുറച്ച് പ്ലേസിന്റെ നെയിം മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം മാറ്റിയിട്ടുണ്ട്. അലഹബാദ് പ്രയാഗ്രാജ് ആയി എന്നിങ്ങനെയുള്ള നമുക്കറിയാം മുമ്പ് അങ്ങനെ പ്ലേസിന്റെ നെയിം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന് മാറ്റാം. അപ്പോ സ്റ്റേറ്റിന്റെ പേര്, കേരളത്തിന്റെ പേര് ആർക്ക് മാറ്റാം? പാർലമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ കേരള സേവ എന്നൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ട്. ഓക്കെ, ഗോട്ട് ഇറ്റ്? Okay, sir. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ട് ആർട്ടിക്കിൾ 3 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 3 നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ടെറിട്ടറി അൾട്ടർ ചെയ്യാനും കൂടുതൽ എന്താ പറയുക ഇൻക്രീസ് ചെയ്യാനുള്ള, ഡിമിനിഷ് ചെയ്യാനുള്ള, പേര് മാറ്റാനുള്ള ഈ അധികാരങ്ങളൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 3 പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. Okay. ഇനി ആർട്ടിക്കിൾ 4 പ്രകാരം പാർലമെന്റ്സ് പവർ ടു റീഓർഗനൈസ് ദി സ്റ്റേറ്റ്സ്. അപ്പോൾ ആർട്ടിക്കിൾ 4 itself declares that law made for admission or establishment of new states. പുതിയൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ളതും. ഇപ്പൊ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 3 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഫോം എ ന്യൂ സ്റ്റേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി, ഓക്കെ, ഫ്രം എനി സ്റ്റേറ്റ്. ഓൾറെഡി നിലവിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് അതിന്റെ ടെറിട്ടറി സെപ്പറേറ്റ് ചെയ്യാനും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ, അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാനും കുറക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 3 പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ആർട്ടിക്കിൾ 4 പറയുന്നത് ലോ മെയ്ഡ് ഫോർ അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 2. ആർട്ടിക്കിൾ 2 പ്രകാരം പുതിയൊരു ലോ മെയ്ഡ് ഫോർ അഡ്മിഷൻ, പുതിയ സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പുതിയൊരു സ്റ്റേറ്റിനെ ഉണ്ടാക്കുന്നതും and formation of new states and alteration of areas, boundaries or names of existing states under Article 3 are not to be considered as amendment of the Constitution under Article 368. അപ്പൊ ഇവിടെ പറയുന്നത് ഈ പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതും അതിന്റെ അൾട്ടർ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൽ ഡിമിനിഷ് ചെയ്യുന്നതും ആർട്ടിക്കിൾ 2 എന്താ പറഞ്ഞത്? നമുക്ക് പുതിയ സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പുതിയ സ്റ്റേറ്റ്സ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ആർട്ടിക്കിൾ 3 പറഞ്ഞു പുതിയ സ്റ്റേറ്റിനെ എന്താക്കാം, നമുക്ക് ഏരിയ കൂട്ടാം, കുറക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആർട്ടിക്കിൾ 4 പറയാണ് ഇതുവരെ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ, നമുക്ക് കൂട്ടാനും കുറക്കാനും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തല്ല, അതൊരു അമെന്റ്മെന്റ് ആയിട്ടല്ല നമ്മൾ കണക്കാക്കപ്പെടേണ്ടത്. അപ്പൊ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റങ്ങൾ വരുത്തുക, കൂട്ടിച്ചേർക്കുക. മാറ്റങ്ങൾ വരുത്തുക, കൂട്ടിച്ചേർക്കുക എന്ന് വെച്ചാൽ അതിൽ നമുക്ക് എന്ത് വേണം? ഒരു അമെന്റ്മെന്റ് ഒക്കെ പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി 2/3 മെജോറിറ്റി വേണ്ടി വരും പാർലമെന്റിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു 2/3 മെജോറിറ്റി വേണ്ട, സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇപ്പൊ 552 മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതില് 200 അല്ലെങ്കിൽ 250 ആ ഒരു നമ്പർ 1/3 അതിലും കൂടുതൽ, കുറച്ച് കൂടുതൽ മതിയായിരിക്കും സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണോ ഒരു ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രോസസ്സ്, ഒരു ബില്ല്, സാധാ ഒരു ആക്ട് ഉണ്ടാക്കുന്ന ബില്ല് എങ്ങനെയാണോ പാർലമെന്റിൽ പാസ്സാക്കുന്നത്, അതേ പ്രൊസീജിയറിലൂടെ നമുക്ക് ഈ ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 3 പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ,
മനസ്സിലായില്ലേ? ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, സിമ്പിൾ മെജോറിറ്റി മതി എന്നുള്ളത്. ഓക്കെ, 2/3 മെജോറിറ്റി ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള അമെന്റ്മെന്റ്സിനൊക്കെ വേണ്ടി വരിക. അപ്പോൾ സിമ്പിൾ മെജോറിറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള PPT-ലുള്ളത്. അപ്പോൾ ഞാൻ PDF ഷെയർ ചെയ്യാം, അതിന്റെ ബാക്കി പാർട്സ് ഉള്ളത്. ഓക്കെ, ഇതുവരെ എടുത്ത കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതുവരെ എടുത്ത കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഒരു ഡൗട്ട്സും ഇല്ലേ? ഇതുവരെ എടുത്ത ഒരുപാട് ടോപ്പിക്സ് എടുത്തിട്ടില്ലേ? സോറി, ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് മൊബൈലാണുള്ളത്. ഹലോ, കേൾക്കാവോ? Can you hear me? Yes, sir. ഓക്കെ, ഞാനിതില് സേവ് ചെയ്ത് വെച്ചായിരുന്നു. ഓക്കെ, കിട്ടി.
ഒരു മിനിറ്റ്, മെയിലിൽ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് പ്രൊസസ്സറിനെ വിളിച്ചിട്ടൊന്ന് റിസോൾവ് ചെയ്യാം കേട്ടോ. കണക്ട് ബാക്ക് റൈറ്റ് നൗ. അത് റെഡി ആയാലും ഞാൻ പറയാം. ഓക്കെ, അതുവരെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുള്ളത് മനസ്സിലായിട്ടുള്ളത്? ഇതുപോലെ ഫാത്തിമ ബത്തോല് എന്തൊക്കെയാണ് ഇതുവരെ കോൺസ്റ്റിറ്റ്യൂഷന്റെ രീതിയിൽ ആർട്ടിക്കിൾ 1 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 1 വേണ്ട, അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് കയറിയത്. അല്ല, ഇന്ന് പറഞ്ഞതല്ല, ഞാൻ മുമ്പത്തെ റെക്കോർഡഡ് ക്ലാസ്സൊക്കെ കേട്ടിനോ? ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒക്കെ മുമ്പത്തെ ക്ലാസ് ഒക്കെ ബഷീർ സാറിന്റെ ക്ലാസ്സേ കേട്ടിട്ടുള്ളൂ. IPC. ഓക്കെ, IPC കേട്ടിട്ടുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും ആ റെക്കോർഡ് വീഡിയോസ് കേൾക്കട്ടോ പെട്ടെന്ന്. ഓക്കെ, അപ്പോ വേറെ ഇപ്പൊ ആരാ ഉള്ളത്? നഫീസ് അല്ലായിരുന്നു ഞാൻ വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്? യെസ് സർ. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഇങ്ങനെ വായിച്ചു വരുന്നുണ്ട്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളാം സർ. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള റെക്കോർഡ് വീഡിയോസ് ഒക്കെ കണ്ടോ? 1-2 ഒക്കെ കണ്ടു. ഓക്കെ, അപ്പൊ അതില് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ, ആരൊക്കെ ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ലീഗൽ അഡ്വൈസേഴ്സ് ആരായിരുന്നു, ആരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്നുള്ളത് ആരായിരുന്നു സജസ്റ്റ് ചെയ്തത്? BN റാവു ആണോ? BN റാവു, അതെ, റാവു. ഓക്കെ, അപ്പോ അതറിയാം. അപ്പോ എന്തായാലും മെച്ചമുണ്ടല്ലേ, കേട്ടിട്ടുണ്ടല്ലേ ക്ലാസ്സുകള്? പിന്നെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എപ്പോഴാണ് പാസ് ചെയ്തിട്ടുള്ള ഡേറ്റ്? 13th January 1947 46 ജാനുവരി അല്ല, മാസം ജസ്റ്റ് ഡിസംബർ. യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡേറ്റ്സ് ഒക്കെ. ചിലപ്പോ നിങ്ങൾ എല്ലാ ലോ എൻട്രൻസ് എക്സാം എഴുതുമല്ലോ, അപ്പൊ അതില് ഏതിലെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. പിന്നെ എത്ര പാർട്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഉള്ളത് നിലവിൽ? നിലവിൽ എത്ര പാർട്സ് ആണുള്ളതെന്ന് അറിയാം? 22 പാർട്സ് ആണോ? 22 ആയിരുന്നു ആദ്യം. നിലവിൽ 25 പാർട്സ് അല്ലേ? അതെ, നിലവിൽ പ്രസന്റ്ലി 25 പാർട്സ്. പിന്നെന്താണ്, നിങ്ങൾക്ക് ഞാനൊരു പോഡ്കാസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ചന്ദ്രിക പോഡ്കാസ്റ്റിന്റെ അഡ്വക്കേറ്റ് ഫൈസൽ CKയുടെ ഒരു ഇത്, അതാരും കേട്ടിട്ടുണ്ടോ? അത് കേട്ട ആളുണ്ടോ ആരെങ്കിലും? അതൊന്ന് ആരും കേട്ടിട്ടില്ല? കുറച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടത് വരെ എങ്ങനെ തോന്നി? ലീഗൽ ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് സിസ്റ്റം, അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? വിശദീകരിക്കുന്ന രീതി നല്ല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ട് അത് കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ് പ്രിയാമ്പിൾ, എന്തൊക്കെയാണ് പറയുന്നത്, അതുപോലെ തന്നെ പ്രിയാമ്പിൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, ലിബർട്ടി, അതുപോലെ തന്നെ ജസ്റ്റിസ് സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞത്. കേൾക്കാത്തവർ ജസ്റ്റ് സമയം കിട്ടുമ്പോൾ ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ.
Sir, അതൊന്ന് പിന്നെ സെൻഡ് ചെയ്യോ? There was some problem with my WhatsApp, so Okay, എന്റെ ഞാൻ full send ചെയ്യാം. okay, sir. പിന്നെ ആർട്ടിക്കിൾ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? Yes, Sir. sir. വായിക്കലുണ്ട്. ഓക്കെ. ഞാൻ നഫീസനോട് ന്യൂസ് പേപ്പർ മൊത്തം വായിക്കാനല്ല കേട്ടോ പറഞ്ഞത്, ജസ്റ്റ് 1 ആർട്ടിക്കിൾ മാത്രം വായിച്ചാൽ മതി കേട്ടോ ഡെയിലി. അതാണ് മെസ്സേജ്. ആരായിരുന്നു മെസ്സേജ്? അഫ്നാനാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ അല്ലെ? അഫ്നാനല്ലേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ന്യൂസ് പേപ്പർ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ. Okay. Apo, at the commencement of this constitution, every person who has his domicile in the territory of India. Apo, നമുക്കറിയാം അന്ന് പാർട്ടീഷന്റെ ഒരു സമയത്തായിരുന്നു ഈ സിറ്റിസൺഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അപ്പൊ അന്ന് ഇന്ത്യയിൽ താമസമായിട്ടുള്ള എല്ലാവർക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഹു വാസ് ബോൺ ഇൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, അന്ന് ഇന്ത്യയിൽ ജനിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജനിച്ചിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. ഹു ഹാസ് ബിൻ ഓർഡിനറിലി റെസിഡന്റ് ഇൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ ഫോർ നോട്ട് ലെസ് ദാൻ 5 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് സച്ച് കമൻസ്മെന്റ്. അപ്പോ മുമ്പ് തന്നെ റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് സച്ച് കമൻസ്മെന്റ്. അപ്പൊ തുടങ്ങിയത് കഴിഞ്ഞ അടുത്ത 5 വർഷങ്ങളെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ആള്. അപ്പോ ഇതിന്റെ അകത്ത് പറയുന്നത്, ഇത് നിങ്ങൾ 1 by 1 ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് അറിയേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. ഒന്ന് ബർത്ത്, ഓക്കെ. പിന്നെ ഡിസീഡന്റ് എന്ന് വെച്ചാൽ നമ്മളെ പേരൻസ് ഇന്ത്യക്കാരായിരിക്കാം. പിന്നെ ഉള്ളത് നാച്ചുറലൈസേഷൻ പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ 5 വർഷത്തിൽ കൂടുതലൊക്കെ മുമ്പ് ഇന്ത്യയിൽ താമസിച്ചിട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു റെസിഡൻഷ്യൽ കാര്യങ്ങൾ കിട്ടുന്നത്, സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ 6th-ലും 7th-ലും ഒക്കെ പറയുന്നത് ഇതിന്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് 6th-ലും 7th-ലും ഒക്കെ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ആവശ്യമില്ല, നിങ്ങൾ ഇത് ഓരോ 1 by 1 ആയിട്ട് ആർട്ടിക്കിൾസ് പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. പിന്നെ പറയുന്ന കാര്യമാണ് പാർട്ട് 3-ല്. ഇവിടെ നമുക്ക് പാർട്ട് 3 എന്നാണ് ഒരു 5 to 10ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് അല്ലെങ്കിൽ ഏതൊരു എൻട്രൻസ് എക്സാം എടുത്താലും നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടാം ഈ ഒരു പാർട്ടിൽ നിന്നാണ്. ഓക്കെ. അപ്പോ പാർട്ട് ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്ന പാർട്ടിലാണ് ഈ ഫസ്റ്റ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്? 6 fundamental rights. ഏതൊക്കെയാണ്? ആർക്കെങ്കിലും 6 എണ്ണാൻ പറ്റുമോ? Right to equality, right to freedom, right to freedom of religion, cultural and religious. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ രണ്ടും വേണ്ട ആവശ്യമില്ല. റൈറ്റ് ടു ഫ്രീഡമത്തിൽ വരുന്ന കാര്യങ്ങളാണ്. Right to freedom of religion. ഓക്കെ. Cultural and educational rights. ഓക്കെ. Right to constitutional remedies. ഇപ്പൊ എത്ര ആയത്? 6 ആയിട്ടില്ല, 5 ആയത്. അപ്പൊ ഇവിടെ പോയിട്ടുണ്ടല്ലോ. Right to education. Right against exploitation. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ഇടുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആർട്ടിക്കിൾ 14 മുതലാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, റൈറ്റ് ടു ഇക്വാലിറ്റി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ പാർട്ട് 3-ല് വരുന്ന പാർട്ടിലാണ് 12-ല് പറയുന്നത് എന്താണ്? അൺലെസ് ദി കോണ്ടക്സ്റ്റ് അതർവൈസ് റിക്വയർഡ് ദി സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ്. ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്ക്? നമ്മൾ രാജ്യത്തിന് സ്റ്റേറ്റ് എന്ന് പറയും അല്ലെ? ഒരു ടെറിട്ടറിയൽ അതോറിറ്റിക്ക് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയും, സംസ്ഥാനങ്ങൾക്ക് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പൊ ആർട്ടിക്കിൾ 12 പ്രകാരം എന്താണ് സ്റ്റേറ്റ്സ്? ഇൻക്ലൂഡ്സ് ദി ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റിനെ സ്റ്റേറ്റ് എന്ന് വിളിക്കും, അതുപോലെ തന്നെ ഇൻക്ലൂഡ് പാർലമെന്റും ഗവൺമെന്റും ഉൾക്കൊള്ളുന്നത്. ദ ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് ദ സ്റ്റേറ്റ്സ്.
അപ്പോ സെൻട്രൽ ഗവൺമെന്റിനെ നമുക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ കേരളം, തമിഴ്നാട് നമുക്കൊക്കെ നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഓൾ ലോക്കൽ ഓൾ അതോറിറ്റീസ് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ലോക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള അതർ അതോറിറ്റീസ് ആയിക്കോട്ടെ, ഏതൊരു അതോറിറ്റീസിനെയും നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരും. ഓർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിൽ പറഞ്ഞു വരുന്നത് നമ്മളെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് അതോറിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാട് ഫംഗ്ഷൻ ബോഡീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈയിടെയായിട്ട് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ 12ഉം ആർട്ടിക്കിൾ 196 പറയുന്ന സ്റ്റേറ്റ് എന്താണ്, ആർട്ടിക്കിൾ 12 എന്താ സ്റ്റേറ്റ് എന്താണെന്നുള്ളൊരു തർക്കം, സ്വരാജും അതുപോലെ തന്നെ വി ഡി സതീശൻ MLA തമ്മിലൊരു ഡിബേറ്റ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരുന്നു? നോട്ട് ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, എനിവേ അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് നമ്മൾ വിചാരിക്കുന്നത് വെറും സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് പറയുന്നതല്ല. സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംസ്ഥാനങ്ങള്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗവൺമെന്റ് അണ്ടറിലുള്ള വർക്ക് ചെയ്യുന്ന അതോറിറ്റീസിന് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയും. അത്രയും കാര്യങ്ങൾ മാത്രം. സ്റ്റേറ്റ് എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ കിട്ടിയല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ ഒന്ന്. യെസ്, ഓക്കെ. അപ്പോ ആർട്ടിക്കിൾ 13 പറയുന്നത് all laws in force in the territory of India immediately before the commencement of this constitution, insofar as they are inconsistent with the provisions of this part, shall to the extent of such inconsistency be void. അപ്പോ ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പിട്ടുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ, all laws in force in the territory of India immediately before the commencement of this constitution. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ്മെന്റ് എപ്പോഴാണ് ചെയ്യുന്നത്? ഡേറ്റ് എപ്പോഴാണ്? പെട്ടെന്ന് പറയും. November 26, 1949. അല്ല, January 26, January 26. അതെ, January 26. അപ്പൊ കമൻസ്മെന്റ് ഞാൻ പറഞ്ഞു മുമ്പേ, കമൻസ്മെന്റ് എന്നുള്ള വാക്ക് നിങ്ങൾ വന്നാല് എപ്പോഴും ഗോ ഫോർ January 26. ഓക്കെ. അതേ സ്ഥാനത്ത് ഇനാക്റ്റഡ്, അഡോപ്റ്റഡ് എന്നുള്ള വാക്കുകൾ, അഡോപ്റ്റഡ് എന്നുള്ള വാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ November 26 പോരുള്ളൂ. ഓക്കെ. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങൾക്ക് എൻട്രൻസിൽ വരും. ഓക്കെ. അപ്പോ ദ എക്സ്റ്റെൻഡ് ഓഫ് സച്ച് ഇൻകൺസിസ്റ്റൻസി ബി വോയിഡ്, വോയിഡ് ആയിട്ടാണ് കണക്കാക്കുക, ഇല്ലാത്ത ഒരു നിയമമായിട്ടാണ് കണക്കാക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ January 26 മുമ്പ് ഓൾറെഡി ഇന്ത്യയിലുള്ള എല്ലാ ആക്ട്സും വോയിഡ് ആയിട്ട് കണക്കാക്കി. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്? The state shall not make any law which takes away or uproot. അത്രയൊന്നും നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഞങ്ങൾ പഠിക്കുന്ന സിലബസിൽ ഇന്നത്തെ ക്ലാസ് ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് ജസ്റ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ അറിഞ്ഞു. ആർട്ടിക്കിൾ 13 പ്രകാരം ഓൾറെഡി ഉള്ള ലോസും ഒക്കെ റിപ്പീൽ ചെയ്തു, എന്ന് വെച്ചാൽ വോയിഡ് ആയിട്ട് ഇല്ല എന്നുള്ള രീതിയിലും നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ. അതുപോലെ തന്നെ നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ അപ്ലൈ ടു എനി അമെൻഡ്മെന്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 368. അപ്പൊ പുതുതായിട്ട് വരുന്ന അമെൻഡ്മെന്റിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 13 പ്രകാരമുള്ള കാര്യങ്ങൾ വരുന്നില്ല. ഓക്കെ. ഹലോ പ്രശാക, അപ്പോ ആർട്ടിക്കിൾ 13 ജസ്റ്റ് മനസ്സിലായില്ലേ? ഓൾറെഡി മുമ്പുണ്ടായിരുന്ന നിയമങ്ങളൊന്നും ഇനി നിയമങ്ങളല്ല. ഓക്കെ. ഓക്കെ, ഇനിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ട്. അപ്പോ ആർട്ടിക്കിൾ 14 ആണ് നമ്മളെ റൈറ്റ് ടു ഇക്വാലിറ്റി. നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റിൽ എണ്ണുന്ന ഒരു കാര്യമാണ്. അപ്പോ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നതാണ് ആർട്ടിക്കിൾ 14. ഈ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ. അതൊന്നൊരു പെന്നും ഇതും എടുത്തിട്ട്, കാരണം ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത് എന്നുള്ളത് കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പലതിനും കാണാറുണ്ട്. അപ്പോ എന്താണ് ആർട്ടിക്കിൾ 14? The state shall not deny to any person equality before the law or the equal protection of the laws within the territory of the India. അപ്പോ ഇന്ത്യ എന്നുള്ള ടെറിട്ടറി ആർക്കും എന്ത് ചെയ്യരുത്, ഒരു ഡിസ്ക്രിമിനേഷനും ലോയുടെ കാര്യത്തിൽ ഉണ്ടാവരുത്. ഓക്കെ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്. ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ.
അപ്പോ ഈക്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അറസ്റ്റിന്റെ കാര്യത്തിലും അതുപോലെയുള്ള മറ്റുള്ള കാര്യത്തിലൊക്കെ ലോ ഏതൊക്കെ കാര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ പ്രൊട്ടക്ഷൻ എല്ലാ കാര്യത്തിലും ഒരു സിറ്റിസന് കൊടുക്കണം. ആ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 പറയുന്നത് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ് against any citizen on grounds only of religion, race, caste, sex, place of birth or any of them. അപ്പോ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പുതിയ നിയമം ഉണ്ടാക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പുതിയ വെൽഫെയർ സ്കീംസ് കൊണ്ടുവരുന്ന കാര്യത്തിലോ എന്നിങ്ങനെയുള്ള പല നമ്മൾ ഏത് കാര്യത്തിലായാലും സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്റ്റേറ്റിന് ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു പ്രത്യേക റേസിനോടോ റിലീജിയനോടോ കാസ്റ്റിനോടോ കാണിക്കാൻ പാടില്ല. അപ്പോ നിങ്ങൾക്ക് വളരെ ജെന്യൂൻ ആയിട്ട് റൈസ് ചെയ്യുന്ന ഒരു സംശയമായിരിക്കും ഈ റിസർവേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ക്രിമിനേഷൻ ആയിട്ട് വരില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം റിസർവേഷൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽസിനെ ഈക്വൽസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, കാരണം ആനയെയും പൂച്ചയെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് ഒരു റിസർവേഷൻ പോളിസിയിലൂടെ എല്ലാവരെയും അൺഈക്വൽസിനെ ഈക്വൽ ആക്കിയിട്ടാണ് നമുക്ക് എന്താക്കുക, ഈക്വൽ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഈ റിസർവേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ആർട്ടിക്കിൾ 15 ജസ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കാം. നോ സിറ്റിസൺ ഷാൾ ഓൺ ഗ്രൗണ്ട് ഓഫ് എനി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ് ഓർ എനി ഓഫ് ദം ബി സബ്ജക്ട് ടു എനി ഡിസബിലിറ്റി, ലയബിലിറ്റി, റെസ്ട്രിക്ഷൻ കണ്ടിന്യൂ വിത്ത് റിഗാർഡ് ടു ആക്സസ് ടു ഷോപ്സ്, പബ്ലിക് റെസ്റ്റോറൻറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ ഹോട്ടൽസ്, അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന്, ട്രേഡ് ആൻഡ് കോമേഴ്സിൽ എന്നിങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെ വിശദീകരിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് അറിയേണ്ടത് ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾ 15 പറയുന്നത് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൈൻസ്റ്റ് എനി സിറ്റിസൺ ഓഫ് ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഈ കാര്യങ്ങൾ. ഓക്കെ, 2 പോയിന്റ് ക്ലിയർ ആയിട്ടുള്ളൂ. ഇനി 16 പറയാണ്, ആർട്ടിക്കിൾ 16. ഇതൊക്കെ ആർട്ടിക്കിൾ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഏത് ആർട്ടിക്കിൾ 14 മുതൽ 17, 18 വരെ വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ അകത്താണ്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ള ഒരു ഒറ്റ പാർട്ടിലാണ്. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒറ്റ പാർട്ടിലാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നമ്മൾ റൈറ്റ് ടു ഫ്രീഡമിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ് ഇതില് പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആർട്ടിക്കിൾ 16 പ്രകാരം പറയാണ് there shall be equality of opportunity for all citizens in matters relating to employment അല്ലെങ്കിൽ appointment to any office under the state. അപ്പോ സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള എന്തുണ്ടായിരുത്, ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഗവൺമെന്റ് എക്സാമിന് ഒരാൾ ഇന്ന കാസ്റ്റ് ആയത് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. ഇന്ന റേസ് ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത്. നമുക്ക് ഇന്ന് പറയുമ്പോൾ അത് വലിയൊരു അതിശയോക്തിയായിട്ടുള്ള നിയമമായിട്ട് തോന്നും. പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അന്ന് അൺടച്ചബിലിറ്റി പോലും നിലവിൽ നിന്നിട്ടുണ്ടായിരുന്ന ടൈമായിരുന്നു. എന്ന് വെച്ചാൽ ഉയർന്ന ജാതിക്കാരുടെ മുമ്പിലൂടെ നടക്കാൻ പോയിട്ട് സ്കൂളിൽ ഇരിക്കാൻ പോലുള്ള അവകാശം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള അംബേദ്കറിന് പോലും നിരസിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. അന്ന് ഈ കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയും വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പോഴും അറിയാം ഈ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ലോവർ കാസ്റ്റും അല്ലെങ്കിൽ ലോവർ ക്ലാസ് ആയിട്ടുള്ള പീപ്പിൾ എന്ത് ചെയ്യുന്നത് ഇപ്പോഴും ഗവൺമെന്റിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ വളരെ സ്ട്രെസ് ചെയ്തിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ എനി ഫോം ഈസ് ഫോർബിഡൻ. അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ്, ഈ അൺടച്ചബിലിറ്റി എന്നുള്ള ഒരു പ്രാക്ടീസ്, ഈ ലോവർ കാസ്റ്റ് പീപ്പിളിന് വെള്ളം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മാറി നടക്കുക, തൊടാതിരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും പബ്ലിക്കലി പ്രാക്ടീസ് ചെയ്താൽ the enforcement of any disability arising out of untouchability shall be an offense punishable in accordance with law. അത് ചെയ്യരുത് എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്താൽ, അങ്ങനെ ആരെങ്കിലും അൺടച്ചബിലിറ്റി പ്രാക്ടീസ് വീണ്ടും സമൂഹത്തിൽ ചെയ്താൽ അവരെ ഈ ഒഫൻസ് ആയിട്ട് കണക്കാക്കിയിട്ട് അതൊരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് മാറ്റുകയാണ് ആർട്ടിക്കിൾ 17. അതുകൊണ്ട് ആർട്ടിക്കിൾ 17 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൺടച്ചബിലിറ്റി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അൺടച്ചബിലിറ്റി ഷുഡ് ബി an offense എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറയണം. ഇതിലൊന്നും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഫേസ് കാണുന്നില്ല, നിങ്ങൾ റെസ്പോൺസ് കാണുന്നില്ല. ഒക്കെ ക്ലിയർ അല്ലേ?
Yes, sir. ഓക്കെ. അപ്പോ ഇനി ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത് നോക്കാം. ആർട്ടിക്കിൾ 18 ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പണ്ടൊക്കെ മഹാരാജ പ്രതാപ് സിംഗ് എന്നിങ്ങനെ അതുപോലെയുള്ള പേരുകളും ടൈറ്റിലുകളും ഓരോ പേരല്ല ടൈറ്റിലുകൾ ചാർത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മനസ്സിലായോ? നാട്ടുകളിൽ നാട്ടുമൂപ്പന്മാരുണ്ടായിരുന്നു, ജമ്മികൾ ഉണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഒരു സ്ഥാനപ്പേര് കൊടുത്തിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തറവാട് പേര് എന്നൊക്കെ രീതിയിൽ നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ പറ്റും. ഈ ടൈറ്റിലുകള് എന്താക്കുന്നത്? നോ ടൈറ്റിൽ നോട്ട് ബീങ് എ മിലിറ്ററി ഓർ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ ഷാൽ ബി കൺഫേർഡ് ബൈ ദ സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ മിലിറ്ററി അല്ലെങ്കിൽ അക്കാഡമിക്കിൽ നമ്മൾ ഡോക്ടറേറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ LLB പഠിച്ചിട്ട് അഡ്വക്കേറ്റ് ആവുന്നത് ആ ടൈറ്റിലുകളല്ല. അല്ലാത്ത ടൈറ്റിൽസ് ഒക്കെ നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ ആക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ്സ്. അപ്പൊ ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് കൊടുക്കുന്ന ടൈറ്റിലുകളും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഓൾറെഡി പല ആളുകളും വെച്ചു കൊടുക്കുന്ന ടൈറ്റിലുകളൊന്നും പേരിന്റെ മുമ്പിൽ ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോ ടൈറ്റിലിന്റെ കാര്യത്തിൽ ക്ലിയർ ആയില്ലേ? വേറെ പഠിച്ചിട്ടുള്ളതും ഡിസ്ട്രിക്ട് മിലിറ്ററി ക്യാപ്റ്റൻ എന്നുള്ള കാര്യങ്ങളല്ല, അതുപോലെ തന്നെ പഠിച്ചിട്ട് കിട്ടുന്നതല്ല. അതേ സ്ഥാനത്ത് ഫോറിൻ എന്തെങ്കിലും ടൈറ്റിലുകൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്, അത് ഇന്ത്യയിൽ വന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ടൈറ്റിൽ ഒരാൾക്കുണ്ടെങ്കിൽ ആ ടൈറ്റിലും ആർട്ടിക്കിൾ 18 പ്രകാരം യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ സർ അങ്ങനെ പേരുള്ളവരില്ലേ? പേര് പ്രശ്നമല്ല. എന്നുവെച്ചാൽ എന്റെ പേര് ഇപ്പൊ ഇടുമ്പോ മാറൂഫ് എന്നാണ് ഇട്ടത്. പക്ഷെ അതിനുശേഷം ഞാൻ പിന്നീട് മാറൂഫ് എന്നുള്ളതിന്റെ മുമ്പ് വേറെ ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാനപ്പേരുകൾ ഇടില്ലേ, അതാണ് ടൈറ്റിൽ. അല്ലാതെ എന്റെ പേര് ചിലപ്പോൾ മഹാരാജ പ്രതാപ് സിംഗ് എന്നാണെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ക്ലിയർ ആവുന്നില്ല, വോയിസ് ബ്രേക്ക് ആവുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ രജപുത്സ് ഒക്കെ ഇല്ലേ, അപ്പൊ അവരുടെ ഒക്കെ ടൈറ്റിൽ നെയിം ആവില്ലേ? രജ്പുത്സിന്റെ കാസ്റ്റ് നെയിം അല്ലേ വരുന്നത്? ഓ, കാസ്റ്റിന്റെ എന്താ പറയാ, ഇപ്പൊ യാദവ്, കുമാർ, അതുപോലെ തന്നെ കുമാർ ലോവർ കാസ്റ്റ് ആണ്, യാദവ്. അതുപോലെ തന്നെ ഇപ്പോ ഒരാളുടെ പേരിന്റെ മുമ്പ് പേരായിട്ട് ബ്രാഹ്മിൻ പേരുണ്ടെങ്കിൽ പ്രശ്നം. പക്ഷെ ബ്രാഹ്മിൻ എന്നൊക്കെ ടൈറ്റിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ. ഓക്കെ, മറ്റേത് രാജ്പുത് എന്നൊക്കെ പറയുന്നത് കാസ്റ്റ് നെയിം ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പേരിന്റെ ഭാഗമായിട്ട് തന്നെ ഇടുന്നതായിരിക്കണം. ഇപ്പൊ നമ്മളൊക്കെ മുഹമ്മദ് എന്നൊക്കെ ഇടുന്നില്ലേ, അതുപോലെ ഇടുന്ന ആളുകൾ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ടു ഫ്രീഡം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു റിലീജിയൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർട്ടിക്കിളിൽ ഫണ്ടമെന്റൽ റൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡമിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിൽ റൈറ്റ് ടു ഫ്രീഡമിന്റെ അത് തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്, ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻസ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയും മൂവ് ചെയ്യാനുള്ള അധികാരം, ടു റിസൈഡ് ആൻഡ് സെറ്റിൽ എനി പാർട്ട് ഓഫ് ഇന്ത്യ. മുമ്പ് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ളൊരു ക്ലോസ് എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അപ്പോ റിസൈഡ് ആൻഡ് സെറ്റിൽ എനി പാർട്ട് ഓഫ് ഇന്ത്യ, നമുക്ക് എവിടെയും സ്ഥലം വാങ്ങാനുള്ള അധികാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ നിലവിലും അരുണാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് സ്ഥലങ്ങൾ വാങ്ങാൻ പറ്റാത്തതുമായിട്ടും ഉണ്ട്. ഓക്കെ, അതെ. അപ്പോ പറഞ്ഞു വരുന്നത് എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, മുമ്പ് ജമ്മു ആൻഡ് കാശ്മീരിൽ എക്സെപ്ഷൻസ് ഉണ്ടായതുപോലെ എക്സെപ്ഷൻസ് ഉണ്ടാവാം. പക്ഷെ ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. എമർജൻസി വരുന്ന സമയത്ത് ഇത് ഉണ്ടാവില്ല. നമുക്കറിയാം രാജ്യത്ത് എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് സ്പീച്ച് ചെയ്യാനുള്ള അവസരങ്ങളോ. ഫബ്സിനൊന്ന് സ്ക്രീനിൽ ഡ്രോ ചെയ്യല്ല കേട്ടോ, ഒന്ന് റിമൂവ് ചെയ്യും. അപ്പോ നമുക്ക് പബ്ലിക്കിൽ വന്നിട്ട് സ്പീച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു അസംബ്ലി കൂടാനുള്ള അധികാരം ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് എടുത്തു കളയും എമർജൻസി വരുന്ന സമയത്ത്. പക്ഷെ എമർജൻസി ഒന്നും ഇല്ലാത്ത സമയത്ത്
എന്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ലിബർട്ടി ഓഫ്, ഞാൻ ആ ഓഡിയോ കേൾക്കണമെന്ന് പറഞ്ഞത് അതിൽ കൃത്യമായിട്ട് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ലിബർട്ടി ഓഫ് തോട്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനെ ഗവൺമെന്റിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്നും ഒരു ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു പുസ്തകമായിട്ട് നമുക്ക് കാണാം. എന്റെ റൈറ്റ് ആണിത്, അതിന് ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരിക്കലും അതിൽ കൈകടത്താനുള്ള അവസരം ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കറിയാം ചില ആളുകളുടെ കമന്റ്സിന്റെ പേര്, ഇപ്പൊ റീസെന്റ് നിങ്ങൾ ന്യൂസ് ശ്രദ്ധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുനാൽ കംറയുടെ ഇഷ്യൂ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷന്റെ ഇഷ്യൂ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിലൊക്കെ അവർക്കൊക്കെ കോടതിയിൽ നിന്നും പുറത്തു വരാനുള്ളതും അതുപോലെ തന്നെ സ്റ്റേറ്റിനെതിരെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ അണ്ടറിൽ വരുന്നത് കൊണ്ടാണ് ഒരുപാട് ക്രിറ്റിസിസം ജുഡീഷ്യറിയുടെ ഭാഗത്ത് തന്നെ അതിനെതിരെ കേസ് എടുക്കുന്ന ഗവൺമെന്റ്. ഇപ്പൊ പോലീസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ആളുകളാണല്ലോ. അപ്പൊ അതിനെതിരെ ജുഡീഷ്യറി തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് അത് പറ്റില്ല, ബാർ കൗൺസിലൊക്കെ അതിനെതിരെ വിമർശകമായിട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ഒരാളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതുപോലെ തന്നെ ആയുധങ്ങളില്ലാതെ പീസായിട്ട് അസംബ്ലി ചെയ്യാനുള്ള അധികാരങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് അസോസിയേഷൻസും യൂണിയൻസും ഒക്കെ ഉണ്ടാക്കാനുള്ള അധികാരങ്ങൾ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19. അപ്പൊ റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19, അതൊരിക്കലും നിങ്ങൾ മറന്നു വരരുത്. ഈ പാർട്ട് 3 വരുന്ന എല്ലാ ആർട്ടിക്കിൾസും നിങ്ങൾക്ക് വളരെ 1 to 1 ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 19 കഴിഞ്ഞു. ആർട്ടിക്കിൾ 20ലേക്ക് വരുമ്പോൾ, നേരത്തെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞില്ലേ? ആരായിരുന്നു പറഞ്ഞത്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞില്ലേ? അല്ലേ, പറഞ്ഞില്ലേ? അപ്പൊ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താ സംഭവം എന്നുള്ളത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഓക്കെ, ചൂഷണത്തിനെതിരെയുള്ള എന്ത് ചൂഷണമാണ്? എന്ത് ചൂഷണമാണ്? എല്ലാ തരത്തിലുള്ള ചൂഷണം. അതുപോലെയുള്ള കാര്യങ്ങള്. ഓക്കെ, പറഞ്ഞോളൂ. ഏതൊക്കെ ആർട്ടിക്കിൾ 20 പ്രകാരം പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ് ബാലവേല ചെയ്യിപ്പിക്കുക കുട്ടികളെ കൊണ്ടൊക്കെ? കുട്ടികളുടെ ബാലവേല ചെയ്യിപ്പിക്കുന്നതൊക്കെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എന്താ പറയാ, ഇല്ലീഗൽ ഡിറ്റൻഷൻ അല്ലെങ്കിൽ ഇല്ലീഗൽ അറസ്റ്റ്, ഗവൺമെന്റ് നമ്മളെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു മിനിറ്റ്, നമുക്ക് ഫയല് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ അതില് ഫസ്റ്റിലത്തെ ഈ ആർട്ടിക്കിൾ 20 പറയുന്ന കാര്യം നോക്കൂ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കൂ. നോ പേഴ്സൺ ഷാൽ ബി കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് എക്സെപ്റ്റ് ഫോർ വയലേഷൻ ഓഫ് എ ലോ ഇൻ ഫോഴ്സ് at the time of the commission of the act charged as an offense, nor be subject to penalty greater than that which might have been inflicted under the law in force at the time of the commission of the offense. അപ്പോ ഇതിന് പറയുന്ന വാക്കാണ്, എല്ലാവരും പെണ്ണുണ്ടോ? പെണ്ണ് നോട്ടും ഉണ്ടോ? എക്സ് പോസ്റ്റ് ഇ എക്സ്, ഏത് ഇ എക്സ് എഴുതുന്നുണ്ടോ? എക്സ് പോസ്റ്റ് POST, എക്സ് പോസ്റ്റ് എഴുതിയോ? ഓക്കെ, എക്സ് പോസ്റ്റ് ഫാക്ട് ലോ, എക്സ് പോസ്റ്റ് ഫാക്ട് ലോ. എക്സ് പോസ്റ്റ് ഫാക്ട് ലോ എന്ന് പറഞ്ഞാല് നമുക്ക് ഓൾറെഡി നിലവില് ഉള്ള എന്ത് വെച്ചിട്ട് മാത്രമേ, നമുക്ക് ഇന്ത്യയിൽ ഓൾറെഡി നിലവിലുള്ള നിയമം വെച്ചിട്ട് മാത്രമേ, ആ സെന്റൻസ് വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓൾറെഡി ഇന്ത്യയിൽ നിലവിലുള്ള നിയമം വെച്ചിട്ട് മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ.
അല്ലാതെ ഏതെങ്കിലും പുതിയ തരത്തിലുള്ള ഒരു ക്രൈം ചെയ്താൽ അപ്പൊ തന്നെ ജുഡീഷ്യറി പുതിയൊരു നിയമം ഉണ്ടാക്കിയിട്ട് അയാളെ ശിക്ഷിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് ഇല്ല. ഓക്കെ, മനസ്സിലായോ എന്താ പറഞ്ഞത് എന്നുള്ളത്? Yes. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു? അടുത്ത എഴുതിക്കോ, സെൽഫ് ഇൻക്രിമിനേഷൻ. സോറി, സെൽഫ് ഇൻക്രിമിനേഷൻ അല്ല, ഡബിൾ ജിയോപാർട്ടി. DOUBLE ഡബിൾ ജിയോപാർട്ടി. GEOPARDY. ഡബിൾ ജിയോപാർട്ടി എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളെ ഒരു കേസിൽ ഓൾറെഡി ശിക്ഷിക്കപ്പെട്ടു. ഓക്കെ, പിന്നീട് അയാളെ ശിക്ഷിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ള വെച്ചാല് ഒരാളെ ഒരു ഒഫൻസിൽ ഒരു പ്രാവശ്യം മാത്രമേ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെയും അയാൾ ചെയ്ത് ഇപ്പൊ 5 വർഷത്തെ തടവ് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു വിധി പ്രകാരം. പക്ഷെ പിന്നീട് പറയാണ് അത് 5 വർഷം പോലെ അത് 10 വർഷം ആക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ കേസിൽ പിന്നെയും ട്രയൽ ചെയ്തിട്ട് അതിൽ അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, ഡബിൾ ജിയോപാർട്ടി. അതിന്റെ ജസ്റ്റ് ഒരു ഇത് കറക്റ്റ് വാക്കുവാണെന്നുണ്ടെങ്കിൽ നോ പേഴ്സൺ ഷാൾ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഓക്കെ, അപ്പോ ഡബിൾ ജിയോപാർട്ടി എന്താന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് സെൽഫ് ഇൻക്രിമിനേഷൻ. അതായിരിക്കും സെൽഫ് ഇൻക്രിമിനേഷൻ. സെൽഫ് ഇൻക്രിമിനേഷൻ, INCR. TATION. അതെഴുതിയോ? ഓക്കെ, സ്ക്രീന് കാണാമല്ലേ ഇപ്പൊ? Yes, sir. നമുക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. ഇതില് ഇനി നമ്മളിപ്പോ ഇവിടെ എത്തിയത് സെൽഫ് ഇൻക്രിമിനേഷൻ, റൈറ്റ് ടു ഫ്രീഡം. അപ്പോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത് നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൾ ബി, ഈ തേർഡ് കാണില്ലേ, നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൾ ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ക്രൈം ചെയ്തു, ഓക്കെ, ഞാൻ ഒരാളെ കൊന്നു, അപ്പൊ ഞാൻ തന്നെ എനിക്കെതിരെ എന്താവേണ്ട ആവശ്യമില്ല, സാക്ഷി പറയേണ്ട ആവശ്യം കോടതിയിലില്ല. ഓക്കെ, അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനും പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ലോയർ, പോലീസിന്റെ ക്ലെയിം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാണ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ഒരാൾക്കുള്ള ആർട്ടിക്കിൾ 20 പ്രകാരം പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. നമ്മൾ ഒരാളെ വെറുതെ അറസ്റ്റ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ തരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ 3 വാക്കുകൾ ആർട്ടിക്കിൾ 20 പ്രകാരം നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, സെൽഫ് ഇൻക്രിമിനേഷൻ എന്താണ്, ഡബിൾ ജിയോപാർട്ടി എന്താണ്, എക്സ്പോസ്റ്റ് ഫാക്ട് ലോ എന്താണ്. ഈ 3 വാക്കുകൾ ആർട്ടിക്കിൾ 20യിലാണ് വരുന്നത്. ഈ 3 വാക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, അതില് പറയുന്ന കാര്യങ്ങൾ അപ്പോ പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഈ ആർട്ടിക്കിൾ 20ക്കും 21 ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? എമർജൻസിന്റെ സമയത്ത് എമർജൻസിയുടെ സമയത്ത് നമുക്ക് നിലവിലുണ്ടാകുന്ന ഒരു 2 ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ അതൊക്കെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസിൽ വരിക. ആർട്ടിക്കിൾ 21 ഡിക്ലെയർസ് ദാറ്റ് no person shall be deprived of his life or personal liberty except according to procedure established by law. This right is available to both citizen and non-citizens. ഓക്കെ, ഇന്ത്യയിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഫോറിൻ ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ വന്ന് നിൽക്കുമ്പോഴും നോൺ സിറ്റിസൺസിന് ഈ റൈറ്റ് അവൈലബിൾ ആണ്.
It has declared the following right as part of Article 21. Right to live with human dignity. Okay. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ആത്മ അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അധികാരം. ഓക്കെ. റൈറ്റ് ടു ഡീസന്റ് എൻവിറോൺമെന്റ് ഇൻക്ലൂഡിംഗ് പൊല്യൂഷൻ ഫ്രീ വാട്ടർ ആൻഡ് എയർ ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഹസാർഡസ് ഇൻഡസ്ട്രീസ്. ഈ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസിങ് ലൈഫിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ വീടിന്റെ മുമ്പില് ഒരു വലിയൊരു പൂവി എംസാൻഡ് പൂവി പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് ഒക്കെ കിട്ടുകയാണ്. അപ്പൊ അത് നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാക്കും, നമ്മുടെ ലൈഫിന് ത്രെട്ടാണ്. ഓക്കെ. അപ്പൊ അവർക്ക് ട്രേഡ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിൽ ഉണ്ടെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രാക്ടീസും ഇന്ത്യയിൽ ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് വരുമ്പോഴും അതിനെ കോർട്ടിൽ പോയി ചാലഞ്ച് ചെയ്തിട്ട് അത് ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരാളുടെ റൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വരാൻ പാടില്ല. ഓക്കെ. റൈറ്റ് ടു ഡീസന്റ് എൻവിറോൺമെന്റ് ഇൻക്ലൂഡിംഗ് പൊല്യൂഷൻ ഫ്രീ വാട്ടർ. ഓക്കെ. പൊല്യൂഷൻ ഫ്രീ വാട്ടർ ആൻഡ് എയർ ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഹസാർഡസ് ഇൻഡസ്ട്രീസ്. അതുപോലെ നമുക്കറിയാം ടവറൊക്കെ വരുമ്പോൾ വളരെ പ്രശ്നങ്ങൾ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടവറൊക്കെ ആളുകളുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാക്കുന്നതിനെതിരെ നമുക്ക് റൈറ്റ് ആർട്ടിക്കിൾ 21 എൻഷുർ ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു ലിവ്ലിഹുഡ്, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഷെൽട്ടർ. ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ 21 നമുക്ക് തരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്. ഈ ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെന്താക്കിയിട്ടുണ്ട്, പിന്നീട് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്രീ ലീഗൽ എയ്ഡ് ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ചു. അപ്പൊ നിങ്ങൾക്ക് വക്കീലിനെ ഹയർ ചെയ്യാനുള്ള പൈസ കയ്യിലില്ല. ഓക്കെ. ഇപ്പൊ വക്കീലിനെ ഹയർ ചെയ്യാനുള്ള പൈസ കയ്യിലില്ലെങ്കിൽ അത് നിങ്ങൾ കോടതിയോട് പറയുമ്പോൾ കോടതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. ഓക്കെ. അതിനാണ് ഈ റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ടു സ്പീഡി ട്രയൽ. നമുക്കറിയാം ചില ആളുകളുടെ ട്രയൽ 10-15 വർഷങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെതിരെ കോടതിയിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് റൈറ്റ് ടു സ്പീഡി ട്രയൽ. ആർട്ടിക്കിൾ 21 ഒരാളുടെ ലൈഫ് ടു ലിബർട്ടി എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്നത്. എന്നിങ്ങനെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ. നമുക്കറിയാം ഈ ഇടയായിട്ടാണ് RTI ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരു പൗരനെ RTI ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഏതൊരു ഇൻഫർമേഷൻ, ഏതൊരു ഗവൺമെന്റ് പബ്ലിക് അതോറിറ്റിയിൽ ഇൻഫർമേഷൻ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. RTI വന്നിട്ടുള്ളത് 2005-ലാണ്. ഓക്കെ. അപ്പൊ RTI ആക്ട് എപ്പോഴാണ് വന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ആർട്ടിക്കിൾ 21-ലാണ്. ഓക്കെ. അപ്പൊ റൈറ്റ് ടു പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അപ്പോൾ അതില് വളരെ ഈ ബ്ലാക്ക് ബോൾഡിലാക്കിയിട്ടുള്ള പോയിന്റ്സ് മാത്രം സീരിയസ് ആയിട്ട് റിമെമ്പർ ചെയ്യാം. ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? 21A ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഏത് അമെന്റ്മെന്റ്? 42 അല്ല, 42 ഞാൻ പറഞ്ഞു. 86th അമെന്റ്മെന്റ് പ്രകാരമാണ് ആർട്ടിക്കിൾ 21A നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ആർട്ടിക്കിൾ 21A എന്നും പറഞ്ഞു. 21 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 21A-ലാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ ഇങ്ങനെ ചോദിക്കും, എപ്പോഴാണ് ഈ അമെന്റ്മെന്റ് നടന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആർട്ടിക്കിൾ 21 ഡിക്ലെയർസ് ദാറ്റ് സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ. ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഗവൺമെന്റിൽ ഏതൊരു കുട്ടിക്കും അഡ്മിഷൻ കിട്ടിയിരിക്കണം. ഓക്കെ. അപ്പൊ കേരളത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് 14 വയസ്സ് വരെ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഒരു 8 ക്ലാസ് അല്ലെങ്കിൽ 9 ക്ലാസ് വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് തന്നെ എടുക്കാം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാതായി പോകുന്നുണ്ടോ ഗവൺമെന്റില്? ഇല്ല. വിചാരിക്കുന്ന സ്കൂളുകൾ കിട്ടിയിട്ടില്ല എന്ന് വരാം, സീറ്റിന്റെ അവൈലബിലിറ്റി കാരണം, ഇതും കാരണം. പക്ഷെ ഒരു കുട്ടിക്കും 10ാം ക്ലാസ് വരെ എന്ത് ചെയ്യുന്നില്ല, അഡ്മിഷൻ ഇല്ലാതായി പോകുന്നില്ല. ഫ്രീ ആയിട്ടുള്ള അഡ്മിഷൻ ഉണ്ട്. അത് തന്നെ ചിൽഡ്രൻ ഓഫ് ദി ഏജ് ഓഫ് 6 to 14 അത് എൻഷുർ ചെയ്യേണ്ടത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഈ വയസ്സ് ശ്രദ്ധിക്കണം കേട്ടോ, 6 to 14 ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കാം.
എത്ര വയസ്സ് വരെ? 14 ആണ് കേട്ടോ വയസ്സ്. 10ാം ക്ലാസ് എന്ന് വെച്ചിട്ട് 16. ഞാൻ 10ാം ക്ലാസ് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. ക്ലാസ് അല്ല അവിടെ കണക്ക്, വയസ്സാണ് കണക്ക്. ഓക്കെ, 14 വയസ്സ് വരെയുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 21A ആണ്. 3 പോയിന്റ് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയല്ലോ? Yes, sir. Okay. Thus the provision makes only elementary education a fundamental right and not higher or professional education. അപ്പൊ ഹയർ ആയിട്ടുള്ള +1 +2 ഒക്കെ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് ഇതിന്റെ അകത്തേക്ക് ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ദ പ്രൊവിഷൻ വാസ് ആഡഡ് ബൈ ദ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002. ഈ ഡേറ്റും ഈ വർഷവും എത്രാമത്തെ അമെൻമെന്റ് പ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ആഡ്? 2002ലാണ് എന്തായിട്ടുള്ളത്. ഗവൺമെന്റ് മുമ്പൊക്കെ ആർക്കാണ്? പൈസ ഉള്ള ആളുകൾ മാത്രം സ്കൂളിൽ പോയാൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, 2002 വരെ പൈസ ഉള്ള ആളുകൾ മാത്രം സ്കൂളിൽ പോയാൽ മതി എന്നുള്ളൊരു സമ്പ്രദായമായിരുന്നു. അപ്പോ സ്റ്റേറ്റ് വെൽഫെയർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യാതെ നന്ന് എന്നുള്ള കാര്യമാണ്. പക്ഷേ 2002 ഈ അമെൻമെന്റ് വന്നതോടുകൂടി ഒരു സ്റ്റേറ്റ് നിർബന്ധമായിട്ടും ഫങ്ഷൻ ചെയ്യേണ്ട, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിൽ പോകാൻ പറ്റും. ഓക്കെ, ഇത് എന്തുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടിയില്ല? അതേ സ്ഥാനത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്ന കുറെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ജോബ്, അത് ഇത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ നോൺ ജസ്റ്റിസിബിൾ ആണ്. നോൺ ജസ്റ്റിസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെതിരെ കേസ് പോയാൽ നമ്മൾ വിജയിക്കില്ല. ഓക്കെ, അത് സ്റ്റേറ്റ് ചെയ്തു തന്നാൽ രക്ഷപ്പെട്ടു, അത് അവരുടെ ഒരു ഔദാര്യം പോലെയാണ്. ഓക്കെ, ഇത് നമ്മുടെ റൈറ്റ് ആണ്. ഓക്കെ, ആ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. This amendment is a major milestone the countries in to achieve education for all. The government described this step as the നിങ്ങളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. In persons article in the parliament enacted the right of children to free education. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇത് ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസിൽ ചോദിച്ചിരുന്നു. ഞാൻ തെറ്റിച്ച ഉത്തരവായിരുന്നു. അപ്പോ 2009 ഈ വർഷം ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. ദ പാർലമെന്റ് ഇനാക്റ്റഡ് ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് എപ്പോഴാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 2009ലാണ്. അപ്പൊ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ള ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു: 2006, 2007, 2008, 2009. ഓക്കെ, അപ്പൊ നമ്മള് വേറെ ഏതോ ഒരു ആക്ട് മനസ്സിൽ വന്നിട്ട് 2007 ഇനാക്ട് ചെയ്തൊരു ആക്ട് ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് 2007 മാർക്ക് ചെയ്തു. അപ്പൊ അതുപോലെ നിങ്ങളും തെറ്റിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോ എക്സാമിന് തെറ്റുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് ഈ വർഷങ്ങള് 2002ലാണ് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നിട്ടുള്ളത്. 2009ലാണ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് നോട്ട് ചെയ്തോ എല്ലാവരും? അങ്ങനെ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുണ്ട് 2009. ദിസ് ആക്ട് seeks to provide that every child has the right to be provided full-time elementary education of satisfactory and equitable quality formal school satisfied certain essential norms and standards. അപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അധികാരം ഉണ്ട്. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. 14 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ. ഓക്കെ, എലമെന്ററി എഡ്യൂക്കേഷൻ. ഇനി അടുത്തത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. നമുക്കറിയാം, ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മള് റൈറ്റ് ആണ് എന്ത്? പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഗവൺമെന്റിന് അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? അത് പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ അതൊരു മോശം അവസ്ഥയിലേക്ക് എത്തി അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമേ ആളുകളെ ഒരു റോഡിൽ നിന്നും പിടിച്ചു മാറ്റാനുള്ള അധികാരം ഗവൺമെന്റിനുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അതുവരെ ഗവൺമെന്റിന് ഒരാളെയും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല. എന്ന് വെച്ചാൽ പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അപ്പൊ ആർട്ടിക്കിൾ 22 grants protection to person who are arrested or detained. ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഉദാഹരണത്തിന്, ഞാനൊരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അവിടെ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് കിട്ടേണ്ട മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ്? എന്നെ എങ്ങനെ പോലീസ് ട്രീറ്റ് ചെയ്യണം? എന്നെ അടിച്ച് മൂന്നാം മുറകൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസിന് ചെയ്യാൻ പറ്റുമോ? എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 22-ന് 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഡീൽസ് വിത്ത് ദ കേസ് ഓഫ് ഓർഡിനറി ലോ ആൻഡ് സെക്കൻഡ് പാർട്ട് ഡീൽസ് വിത്ത് ദ കേസ് ഓഫ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ.
അപ്പൊ സാധാരണ രീതിയിലുള്ള ഓർഡിനറി ലോയിൽ വരുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ട് ഇതാകുന്നത്. എന്ന് വെച്ചാൽ സാധാരണ നിയമങ്ങൾ തെറ്റിച്ചാലുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ട് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് പറയുന്നത് ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ എന്ന് വെച്ചാൽ UAPA പോലെയുള്ള നിയമങ്ങളൊക്കെ കേട്ടില്ലേ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ രാജ്യത്ത് സെക്യൂരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബോംബ് കാര്യങ്ങൾ, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, വാറ്, സ്റ്റേറ്റിനെതിരെയുള്ള വാറ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടാവും. അപ്പോ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സിറ്റിസൺസിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പാർട്ട്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഓർഡിനറി ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ കൊന്നു, അത് ഓർഡിനറി ലോ ആണ്. ഓക്കെ. പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നു, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഞാൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആസൂത്രിതം ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഒരു ടെററിസം വരുന്നതാണ് രണ്ടാമത്തെ പാർട്ട്. ഫസ്റ്റിലത്തെ പാർട്ട് ഞാൻ ഒരാളെ പേഴ്സണലി കൊന്നു, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രൈം ചെയ്തു. ഓക്കെ, അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, sir. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ ആർട്ടിക്കിൾ 22 confers following the rights on person who is arrested or detained under any ordinary law. അപ്പോ ആദ്യത്തെ പാർട്ടിൽ ഇപ്പൊ എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഇപ്പൊ ഒരു കൊലക്കുറ്റത്തിനാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ബി ഇൻഫോംഡ് ഓഫ് ദി ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്. എന്നെ കൊലക്കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയേണ്ട എന്റെ റൈറ്റ് ആണ്, നിന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊലക്കുറ്റത്തിനാണ്. റൈറ്റ് ടു കൺസൾട്ട് ആൻഡ് ബി ഡിഫെൻഡഡ് ബൈ എ ലീഗൽ പ്രാക്ടീഷണർ. എനിക്ക് അപ്പൊ തന്നെ എന്റെ ഒരു വക്കീലിനെ വിളിക്കാനുള്ള അധികാരം. ഓക്കെ, എനിക്ക് വക്കീലിനെ കാണാനുള്ള അധികാരം, എനിക്കൊരു ഡിഫൻസ് അറൈസ് ചെയ്യാനുള്ള അധികാരം. ഇത് ഫസ്റ്റ് പാർട്ട് പ്രകാരം. ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പിടിച്ചു പറി നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വരുന്നതാണ്. റൈറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours. ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എന്നെ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കണം. എക്സ്ക്ലൂഡിംഗ് ദി ജേർണി ടൈം. ഇപ്പൊ സ്റ്റേഷനിൽ നിന്നും അവിടത്തേക്കുള്ള ജേർണി ടൈം എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 25 മണിക്കൂർ, അങ്ങനെ ആ പരിധിയിൽ തന്നെ മജിസ്ട്രേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ 24 മണിക്കൂറാണ് മാക്സിമം സമയം. റൈറ്റ് ടു ബി റിലീസ്ഡ് ആഫ്റ്റർ 24 hours അൺലെസ് ദ മജിസ്ട്രേറ്റ് അതോറിറ്റീസ് ഫോർ ദ ഡിറ്റൻഷൻ. അപ്പൊ എന്നെ വെറുതെ വിടണം, എന്ന് വെച്ചാൽ ബെയിലിൽ വിടണം. എങ്ങനെ? ഇപ്പൊ മജിസ്ട്രേറ്റ് തീരുമാനിക്കും, ഇയാളെ ബെയിലിൽ വിടുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇയാളെ ബെയിലിൽ വിടുന്നത് 14 ദിവസത്തെ റിമാൻഡിൽ വെക്കുക, എന്നിട്ട് കാര്യങ്ങൾ തെളിയിക്കുന്നത് വരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പൊ 14 ദിവസവും വളരെ എന്താ പറയാ ഫോർമലായിട്ട് കൊടുക്കുന്നതാണ്. 7 ദിവസം കൊടുക്കും, 14 ദിവസം കൊടുക്കും. ഓക്കെ, കാരണം നമ്മൾ പിടിച്ചിരിക്കുന്നത് ഒരു കുറ്റവാളി ആരോപിതനാണ്, അക്യൂസ്ഡ് ആണ്. ഓക്കെ, നമ്മളെല്ലാ ലോയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പിടിച്ചിട്ടുള്ളത് ഒരു കുറ്റവാളിയല്ല. പോലീസ് പിടിച്ചിട്ടുള്ളത് പോലീസ് മെനഞ്ഞെടുത്ത കഥയിൽ നിന്നുള്ള, അല്ലെങ്കിൽ പോലീസ് കുറ്റം ചെയ്തു എന്ന് സംശയിക്കുന്ന ആളെ പിടിച്ചിട്ടാണ് മജിസ്ട്രേറ്റിന്റെ മുമ്പ് കൊണ്ടുവന്നത്. മജിസ്ട്രേറ്റിന്റെ മുമ്പ് കൊണ്ടുപോയിട്ട് മജിസ്ട്രേറ്റ് കേസിന്റെ കാര്യങ്ങൾ നോക്കും. ഒരു കൊലക്കുറ്റത്തിനൊക്കെയാണ് ഒരാളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് തോന്നുകയാണ് ഇയാൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുണ്ട്, ആ രീതിയിലാണ് ഇയാളെ പിടിച്ച സാഹചര്യം ഓക്കെയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡിറ്റൻഷന് വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് പറയും. മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ വെറുതെ വിടേണ്ടി വരും. ഓക്കെ, ഗോട്ട് ഇറ്റ്? Yes, sir. ഈ പറഞ്ഞ സേഫ് ഗാർഡ്സ് ഒന്നും ഇപ്പൊ പറഞ്ഞില്ലേ, കുറച്ച് കാര്യങ്ങള് വളരെ സിമ്പിൾ ആയിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങള്. ഈ സേഫ് ഗാർഡ്സ് ഒന്നും നോട്ട് അവൈലബിൾ ടു എനി എനിമി ഏലിയൻ ഓർ എ പേഴ്സൺ അറസ്റ്റഡ് ഓർ ഡീറ്റെയിൻഡ് അണ്ടർ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു നമ്മുടെ ശത്രു ആയിട്ടുള്ള ഒരാളെ ഇന്ത്യയിൽ നിന്നും പോലീസ് പിടിച്ച്, അപ്പൊ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം സഫൂറ സർഗർ, അതുപോലെ തന്നെ ഇപ്പോ ഷർജീൽ ഇമാം, യൂണിവേഴ്സിറ്റി സ്പേസിലുള്ള ഒരുപാട് ആളുകളെ UAPA അണ്ടറിൽ ചാർജ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ UAPA അണ്ടറിൽ ചാർജ് ചെയ്തിട്ട് പിടിച്ചു കൊണ്ടുപോയാൽ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റും അയാൾക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ UAPA ഇടുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു റയറ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന തരത്തില് അവരെ അതിനു വേണ്ടിയിട്ടാണ് പിടിച്ചത് എന്നുള്ള കാര്യങ്ങൾ കോടതിക്ക് ധരിപ്പിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് അതിൽ പിന്നെ അധികം ഇടപെടാൻ പറ്റില്ല. ഓക്കെ,
അതുകൊണ്ടാണ് UAPA പോലെയുള്ള നിയമങ്ങൾക്കെതിരെ രാജ്യത്ത് വ്യാപകമായിട്ട് വിമർശനങ്ങൾ അത് ഉണ്ടാക്കുന്ന സമയത്തും അതിപ്പോ ഉള്ള സമയത്തും അതുണ്ടാക്കിയ ചിദംബരം നമ്മുടെ ലോ മിനിസ്റ്റർ ആയിരുന്നു. ആ ലോ മിനിസ്റ്റർ ആയിട്ടുള്ള ചിദംബരത്തിനടക്കം അതേ നിയമം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചിദംബരം അടക്കം ജയിലിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ UPA ഗവൺമെന്റ് ഉള്ള സമയത്തായിരുന്നു UAPA കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പം അതിന്റെ ഒരു വേറെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ NDA ഗവൺമെന്റ് വന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ടാണ് ആ നിയമത്തിനെതിരെ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ രാജ്യത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കുണ്ടാവില്ല, ഇങ്ങനെ അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഉണ്ടാവില്ല. ഇപ്പൊ പേഴ്സണലി ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ബോറടിക്കുന്നതുകൊണ്ട് പറയാണ്, പേഴ്സണലി എന്നെയൊക്കെ ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോ 24 hours അല്ലെങ്കിൽ ഒരു 12 hours മുകളില് പോലീസൊക്കെ ഇങ്ങനെ ഡിറ്റൻഷനിലായിരുന്നു. അപ്പൊ നമ്മളെ അടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡോക്ടറെ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഒരു കേസ് പോലും ഫയൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു. കാരണം ഞാൻ അവിടെ എന്നെ വെറുതെ ഇല്ലീഗൽ ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തത്, എന്നെ ഇല്ലീഗൽ ആയിട്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഞാനൊരു ലോ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഓവർ പെർഫോമൻസ് അവിടെ നടത്താൻ പോയാൽ അവർ എനിക്കെതിരെ എന്ത് ചെയ്യും? ഈ പ്രിവെൻഷൻ ലോനെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാലാകാലം അകത്ത് എടുക്കും. ഓക്കെ, അപ്പോ ആ രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ കൗണ്ടർ കേസുകളൊന്നും പിന്നീട് നമ്മൾ ട്രയലിലേക്ക് വരികയാണ്. പിന്നെ ഒരു FIR ഒരു സ്റ്റുഡന്റിന്റെ മേത്ത് ലോഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ത്യയിൽ വരുന്ന ജുഡീഷ്യറിയുടെ സർവീസിന്റെ ഭാഗങ്ങളാവാനൊന്നും പറ്റില്ല, നമുക്ക് UPSCയുടെ ഭാഗങ്ങളാവാൻ പറ്റില്ല. അങ്ങനെയുള്ള വളരെ പ്രശ്നമായിട്ടുള്ള ഒരു ലോയുടെ ഉള്ളിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് എന്താ പറയാ, പ്രിവെന്റീവ് ലോസ് വന്നാൽ നമുക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു ബി ഇൻഫോംഡ്, എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അന്ന് ഞങ്ങളൊക്കെ FIR ഇടാതെ നല്ലോണം അടി തന്നു വെറുതെ വിട്ടു. ഓക്കെ, അപ്പൊ അതിനെതിരെ ആ അടിച്ചതിനെതിരെ കേസ് കൊടുക്കാൻ പോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക? നമ്മൾ പിന്നെ അത് കോടതിയുടെ മുമ്പിലെത്തും. പിന്നെ എന്തിനെ അടിച്ചു, എന്തിനെ പിടിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോട്ടലി ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ അതൊരു ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് മാറും. അത് എൻ്റെ കരിയറിനെ ബാധിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സേഫ് ഗാർഡ്സ് തന്നിട്ടുണ്ട്. അത് ഓർഡിനറി ലോ പ്രകാരം അറസ്റ്റ് ചെയ്തതാണ്. അല്ലാത്ത ആർട്ടിക്കിൾ 22 സെക്കൻഡ് പ്രിവെന്റീവ് ലോ പ്രശ്നം വന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി the detention of a person cannot exceed 2 months unless advisory board reports sufficient cause for extended detention. അപ്പോൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല നിങ്ങൾക്ക്. അപ്പൊ 2 മാസം നമ്മളെ സാധാരണ ലോയില് പിടിച്ചാൽ 90 ദിവസമാണ്. 3 മാസത്തിനുള്ളിൽ ബെയിൽ എന്തായാലും കൊടുക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരാൾ ഒരു റേപ്പിൽ പിടിച്ചു അല്ലെങ്കിൽ ഒരാളൊരു മർഡറിൽ പിടിച്ചു, അപ്പോൾ 3 മാസത്തിനുള്ളിൽ അയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ ഈ കേരളത്തിലെ പോലീസിനും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും കോടതിയിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ജാമ്യം കൊടുക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് 90 ദിവസം കഴിയുമ്പോൾ 91ാമത്തെ ദിവസം അധിക പ്രതികളും കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത്. അപ്പൊ എല്ലാവരും പറയും അവർക്ക് ജാമ്യം കിട്ടി അവരിന് വെറുതെ നടക്കും, പോലീസിന് കേസ് തെളിയിക്കാനാവില്ല. പക്ഷെ ഇതൊരു ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു പോസിറ്റീവ് ചിന്തയിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഓക്കെ, റീസണബിൾ ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ റീസണബിൾ ഡൗട്ട് ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേറ്റിലെ പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സും ആണ്. ഓക്കെ, അപ്പൊ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുന്ന അത്രയും കേസ് സ്ട്രോങ് ആയിട്ട് കൺവിക്ട് ചെയ്യേണ്ടത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങള് 90 ദിവസം കഴിയുമ്പോൾ ബെയിൽ കൊടുക്കണം, പിന്നീട് കേസ് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അയാളെ പിടിച്ച് പിന്നെയും ഉള്ളിലിടാം, ആ രീതിയിലൊക്കെ വരുന്നത്. ഓക്കെ, ഇതുവരെയുള്ള മനസ്സിലായല്ലോ? ഓക്കെ, ഇനി 1.5 മണിക്കൂറല്ലേ ക്ലാസ് എടുക്കുന്നത്. വൈൻഡപ്പ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ നിങ്ങൾ പറയും? കണ്ടിന്യൂ ചെയ്യാം, കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാം. എല്ലാരും ഓക്കെ ആണോ? ആർക്കും ബുദ്ധിമുട്ടില്ലാലോ? ഇല്ലാലോ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതില് പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ 14 വയസ്സിനായുള്ള ആളുകളെ ജോലി എടുപ്പിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ
ഹ്യൂമൻ ട്രാഫിക്കിങ്, പിടിച്ചു കൊണ്ടുപോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സെക്ഷലി ആളുകളെ യൂസ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ഉള്ള റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെതിരെയുള്ള റൈറ്റ് ആണ് ഈ ആർട്ടിക്കിൾ 21 സി പാർട്ടായിട്ട് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 21 തന്നെയാണല്ലോ അല്ലേ ഉള്ളത്. ഇപ്പൊ 21 ഒരു വലിയൊരു ആർട്ടിക്കിൾ ആണ്. അതിന്റെ മെയിൻ ഹെഡിങ് ആയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി വരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ 21A ആയിട്ട് നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ പറഞ്ഞു. 22 ഓക്കെ, ഓക്കെ 22 നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? യെസ്, ആർട്ടിക്കിൾ 22 പ്രകാരമാണ്. 21 ആ 21A കൂടി കഴിഞ്ഞു. 22ലാണ് ഈ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ വരുന്നത്. പിന്നെ 23 പ്രകാരമാണ് ഈ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ വരുന്നത്. ഓക്കെ, സർ, ആ പറഞ്ഞു. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 20 അല്ലേ? ആർട്ടിക്കിൾ 23 20 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് അറസ്റ്റിലും അതുപോലെ തന്നെ ഒഫൻസസ്, നമ്മൾ കമ്മിറ്റ് ചെയ്ത ഒഫൻസസിനെതിരെയുള്ള റൈറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിൽ 3 കാര്യങ്ങൾ: നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ, അതുപോലെ തന്നെ ഡബിൾ ജോപാർഡി, സെൽഫ് ഇൻക്രിമിനേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റും അതും തമ്മിൽ മിക്സ് ആയി പോകണ്ട. അത് നമ്മൾ ആർട്ടിക്കിൾ 20 പറയുന്ന കാര്യങ്ങൾ റൈറ്റ് അഗെയിൻസ്റ്റ് നമ്മൾ ഒഫൻസസ് കമ്മിറ്റ് ചെയ്ത് നമ്മളെ ഒരു കുറ്റം ചെയ്തിട്ട് പോലീസ് പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, സംഭവിക്കുന്ന കാര്യങ്ങൾ. കാരണം ആർട്ടിക്കിൾ 22 വളരെ സ്പെസിഫിക്കലി റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 23 ഉണ്ടോ പറയുന്നത് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ബീങ്സിന് നമുക്കറിയാം പല രീതിയിലും പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ, അതുപോലെ തന്നെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒക്കെ നമുക്കറിയാം. അതിനെതിരെയുള്ള റൈറ്റ്. അതുപോലെ തന്നെ ബെഗർ, ഫോഴ്സ്ഡ് ലേബർ, അപ്പൊ ഒരാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് യാചിപ്പിക്കുന്ന കാര്യങ്ങൾ, കുട്ടികളെ കടത്തില്ല, ആ കാര്യങ്ങളൊക്കെ. ആൻഡ് അതർ സിമിലർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിപ്പിച്ചിട്ട് അധിക പണിയെടുപ്പിക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ നിർപ്പിച്ചിട്ട് പണിയെടുപ്പിക്കുക, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ നീ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്കെതിരെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ചെയ്യിപ്പിക്കുക. എനി കോൺട്രവേഷൻ ഓഫ് ദിസ് പ്രൊവിഷൻ ഷാൾ ബി ആൻ ഒഫൻസ് പണിഷബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളും ആർട്ടിക്കിൾ 23 പ്രകാരം ആ ചെയ്യുന്ന ആൾക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ദിസ് റൈറ്റ് ഈസ് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ. അത് ഇന്ത്യക്കാരനായാലും പുറത്തുള്ള ആൾക്കാർക്കായാലും ഈ ഒരു റൈറ്റ് ബാധകമാണ്. ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽ നോട്ട് ഓൺലി അഗൈൻസ്റ്റ് സ്റ്റേറ്റ് ബട്ട് ഓൾസോ അഗൈൻസ്റ്റ് പ്രൈവറ്റ് പേഴ്സൺസ്. അപ്പോ സ്റ്റേറ്റിന് എതിരെ മാത്രമല്ല, എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണ് എക്സ്പ്ലോയിറ്റേഷൻ വിധേയമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ്, ഏതെങ്കിലും പേഴ്സൺസ് നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ ഉള്ളൊരു നമുക്കൊരു റൈറ്റ് തരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് റൈറ്റ് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഓക്കെ, ഇതില് ഈ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് എന്നുള്ളതിൽ സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഓഫ് മെന്ന് പെടും, ആണ് പെടും, വുമണ് വരും, ചിൽഡ്രൻ പെടും. അതുപോലെ തന്നെ ആണ്, വുമണ്, കുട്ടികള് എങ്ങനെ ഒരു കച്ചവട സാധനങ്ങൾ സെല്ല് ചെയ്യുന്നത് പോലെ സെല്ല് ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നതിനാണ് ഈ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് വരുന്നത്. അതുപോലെ തന്നെ ഇമ്മോറൽ ട്രാഫിക് ഇൻ വുമൺ, അതുപോലെ തന്നെ ചിൽഡ്രൻ, ഇൻക്ലൂഡിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ അടക്കം ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ദേവദാസി, സ്ലേവറി. ദേവദാസീസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു എന്താ പറയാ സ്ലേവറിയുടെ മറ്റു വേർഷൻ ആയിട്ട് ദാസപ്പണി ചെയ്യുന്ന, അതന്നെയായിരിക്കണം ഉദ്ദേശിച്ചത്. ഓക്കെ, അടിമ സമ്പ്രദായം ഒക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയില് അവർക്കെതിരെ കേസാണ്. ഓക്കെ, മുമ്പ് അടിമ സമ്പ്രദായം ഒക്കെ നിലവിലുള്ള രാജ്യങ്ങളായിരുന്നു. അപ്പോ സ്ലേവറി ആർട്ടിക്കിൾ ഇതിപ്പോ എത്രയാണ് 23. ഓക്കെ, ഈ ആർട്ടിക്കിളുകൾ നിങ്ങളോട് അങ്ങനെ ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്, ആർട്ടിക്കിൾ 22 എന്താണ് പറയുന്നത്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ചാൻസസ് കുറവാണ്. പക്ഷെ ഇതിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്. അപ്പോൾ ഈ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ആർട്ടിക്കിൾ 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറിയിലും അതുപോലെ തന്നെ ഹസാർഡസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലും മൈൻ അങ്ങനെയുള്ള വർക്കുകളിലൊക്കെ
വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ആര് ചെയ്താലും അത് നിയമവിരുദ്ധമാണ്. ഓക്കെ, ഇനി ഈ കാര്യങ്ങൾ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ആർട്ടിക്കിൾ 25 എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ നമ്മൾ നേരത്തെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മൾ എണ്ണിയിട്ടുണ്ട് ആർട്ടിക്കിളിൽ. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ നമ്മൾ എണ്ണിയിട്ടുണ്ട് അല്ലെ, എണ്ണിയിട്ടില്ലേ? അപ്പൊ അതില് ആർട്ടിക്കിൾ 25 പറയുന്ന കാര്യമാണ് എല്ലാ പേഴ്സൺസിനും ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. ഇന്ത്യയില് ആർക്കും ഏത് മതവും വിശ്വസിക്കാനും അത് നിസ്കരിക്കാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ അല്ലെങ്കിൽ ചർച്ചിൽ പോകാനുള്ള അധികാരം, അതുപോലെ തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രചരിപ്പിക്കുക. അപ്പൊ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അധികാരവും ആർട്ടിക്കിൾ 25. ഇതിന്റെ ഒരു ചരിത്രപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രൊപ്പഗേറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോ അന്ന് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ, വായിച്ചത് ശരിയാണെന്നുണ്ടെങ്കിൽ, കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബായിരുന്നു അന്ന് ലോക്സഭാ മെമ്പർ ആയിട്ടുണ്ടായിരുന്നത്, മുസ്ലിം ലീഗിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് നെഹ്റുവിനെ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിപ്പിച്ചിട്ടുള്ള വേർഡാണ് ഈ പ്രൊപ്പഗേറ്റ് എന്നുള്ള വാക്ക്. കാരണം റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമല്ല, ഓരോരുത്തർക്കും നമുക്കറിയാം മതപ്രസംഗക്കാർ, അതുപോലെ തന്നെ സ്വാമികൾ, എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? അവരുടെ റിലീജിയൻ മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുകയോ പൊതുസമൂഹത്തിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഈ വാക്ക് ആഡ് ഓൺ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം ഞാൻ മുമ്പ് വെസ്റ്റേൺ സെക്യുലറൈസേഷൻ, ഇന്ത്യൻ സെക്യുലറൈസേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ വെസ്റ്റേൺ സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് റിലീജിയൻ ഇല്ലാതിരിക്കാനും പബ്ലിക്കലി റിലീജിയനെ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അവോയ്ഡ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങളുണ്ട്. അപ്പൊ പിന്നീട് ഒരു സമയത്ത് ഈ റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു വാക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാനും ഫ്രീലി പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിൽ ഈ ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ വരുന്നുണ്ട്. അത്ര മാത്രമേ 25 അറിഞ്ഞിട്ടാൽ മതി. അതിൽ തന്നെ നമുക്കറിയാം ഒരാള് വിയറിംഗ് ആൻഡ് കെയറിംഗ് ഓഫ് കിർപ്പൻസ് ഈസ് ടു ബി ഇൻക്ലൂഡ് ഇൻ ദ പ്രൊഫഷൻ ഓഫ് ദി സിഖ്. സിഖുകൾ ഇങ്ങനെ തലയിൽ കെട്ടി നടക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ഹിന്ദുസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് സിഖ്. ഹിന്ദുസ് എന്ന് പറയുമ്പോൾ ഹിന്ദുസിന്റെ ഉൾപ്പെടുന്ന ആളുകളാണ് കേട്ടോ. സിഖ്, ജൈൻ, ബുദ്ധിസ്റ്റ് ഒക്കെ ഒരു ഹിന്ദുസ് എന്നുള്ള ടേമിലേക്ക് കാണുന്ന ആളുകളാണ്. ഓക്കെ, വേറെ വേറെ മതങ്ങളാണെങ്കിലും നമുക്കറിയാം ഇന്ത്യയിൽ ഹിന്ദു ലോ, മുസ്ലിം ലോ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഹിന്ദുസ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇനി ആർട്ടിക്കിൾ 26 പ്രകാരമാണ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. നമുക്കറിയാം ഇന്ത്യയില് ഓരോ ട്രസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ദേവസ്വം ബോർഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ട്രസ്റ്റുകൾ റിലീജിയന്റെ അണ്ടറിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികൾ, അതുപോലെ തന്നെ പള്ളിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അത് നമുക്കൊരു റൈറ്റ് ആയിട്ട്, ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? ആർട്ടിക്കിൾ 26 പ്രകാരം every religious denomination or any of its sections shall have the following rights: right to establish and maintain institutions for religious and charitable purposes. അപ്പോ ചാരിറ്റബിൾ പർപ്പസ് ചെയ്യാൻ, അതുപോലെ തന്നെ മതകാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള, മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള റൈറ്റുകൾ, റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ഇൻ ഇറ്റ് മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ, റൈറ്റ് ടു ഓൺ ആൻഡ് അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, മതത്തിന്റെ പേരിൽ പള്ളികൾ ഉണ്ടാക്കാൻ, അമ്പലങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം, റൈറ്റ് ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ, എന്ന് വെച്ചാൽ പള്ളി കമ്മിറ്റികൾ വെച്ചിട്ട് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഓരോ സൊസൈറ്റിക്ക് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ. കാരണം ഇതൊന്നും ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ, ആളുകൾ കമ്മിറ്റി വെച്ചിട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അത് ഇത് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളും നമുക്ക് ഇത് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ അതേ രീതിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് എ റിലീജിയൻ. അപ്പോ ആർട്ടിക്കിൾ 27 lays that no person shall be compelled to pay any taxes for the promotion or maintenance of any particular religion or religious denomination. നമുക്കറിയാം പള്ളി സ്വത്തുകള്, അമ്പലത്തിന്റെ സ്വത്തുകള്, അപ്പോ ഈ കണക്കുകളൊക്കെ വരത്തില്ലേ, മറ്റേ അമ്പലത്തിന്റെ ഇത്ര കോടി രൂപ, ഇത്ര കോടി രൂപ, ആ കോടി രൂപകൾക്കൊന്നും ഗവൺമെന്റിന് ടാക്സ് ഈടാക്കാനുള്ള അവകാശങ്ങളില്ല. പള്ളിയുടെ സ്വത്തില് അല്ലെങ്കിൽ ചർച്ചിന്റെ സ്വത്തിലൊന്നും ഗവൺമെന്റിന് ടാക്സ് വാങ്ങാനുള്ള അധികാരമില്ല. ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് റിലീജിയൻ. റിലീജിയന്റെ
കാര്യമായിട്ട് വരുന്ന കാര്യത്തിലൊന്നും ടാക്സ് ഈടാക്കാനുള്ള അധികാരം ഗവൺമെന്റിന് ഇല്ല. അത് ഇല്ലാതിരിക്കുന്നത് ആർട്ടിക്കിൾ 27 പ്രകാരമാണ്. ദിസ് പ്രൊവിഷൻ പ്രൊഹിബിറ്റ്സ് സ്റ്റേറ്റ്സ് ഫ്രം ഫേവറിംഗ്, പാട്രോണൈസിംഗ്, സപ്പോർട്ടിംഗ് വൺ റിലീജിയൻ ഓവർ ദ അതർ. ഇത് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ചില മതത്തിന്റെ ആളുകൾക്ക് കൂടുതൽ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ കുറഞ്ഞ ടാക്സ് ഈടാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സേഷൻ സിസ്റ്റം ടോട്ടലി ഇതിന്റെ അകത്ത് എടുത്ത് മാറ്റിയിട്ടുള്ളത്. This means that the taxes can be used for the promotion or maintenance of all religions. അപ്പോ എല്ലാ റിലീജിയന്റെയും പ്രൊമോഷന് വേണ്ടിയിട്ട് പൊതുവിലായിട്ട് ഉപയോഗിക്കുന്നതിനേ ഇല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ നമുക്കറിയാം ഗവൺമെന്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പല പ്രൊജക്ടുകളും ഇപ്പൊ അമ്പലത്തിന്റെ ആയാലും പള്ളികളുടെ ആവശ്യങ്ങൾക്കായാലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ചെലവഴിക്കുന്നതിന് പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് അതിലൊരു ഡിസ്ക്രിമിനേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് സ്റ്റേറ്റ് ഷുഡ് നോട്ട് സ്പെൻഡ് ദ പബ്ലിക് മണി കളക്ടഡ് ബൈ ദ വേ ഓഫ് ദ ടാക്സ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് മെയിൻ്റനൻസ് ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഒരു റിലീജിയന് വേണ്ടി മാത്രം എന്ത് ചെയ്യാൻ പാടില്ല സ്റ്റേറ്റ് പൈസ. എന്ന് വെച്ചാൽ ഇപ്പോ ഇന്ത്യയിൽ റാം മന്ദിർ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഉദാഹരണത്തിന്, അതിന്റെ നിർമ്മാണ ചെലവിനായിട്ട് ഇന്ത്യ എന്ത് ചെയ്യാൻ പാടില്ല, പൈസ ചെലവാക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി ഞാൻ വിചാരിക്കുന്ന ഈ ആർട്ടിക്കിൾ ഇതൊന്ന് തീർക്കാന്നുള്ളത്. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്ന് ഫിനിഷ് ചെയ്യാം. മൂന്നെണ്ണം കൂടിയേ ഉള്ളൂ. ഓക്കെ, ഫ്രീ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ. Under Article 28, no religious instruction shall be provided in any education institution wholly maintained out of state funds. എന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു പ്രത്യേക തരം റിലീജിയന്റെ ഒരു ഉദാഹരണത്തിന് ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സ്കൂൾ, ആ ഗവൺമെന്റ് സ്കൂളിൽ പറയാണ് നിങ്ങൾ ബൈബിള് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം രാവിലെ ക്ലാസ്സിൽ കയറുന്നതിന്. പാടുണ്ടോ? ഇല്ല, പാടില്ല. അതേ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ നടത്തിയേക്കാം അല്ലെ? അതുകൊണ്ടാണ് അടുത്ത പറയുന്നത്, however this provision shall not apply to an education institution administered by the state but established under any endowment or trust. അപ്പോ ചിലപ്പോ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ, കാരണം എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ പക്ഷെ അതിന്റെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കോളേജിന്റെ പേര് സെന്റ് മാരീസ്, സെന്റ് സ്റ്റീഫൻ കോളേജ് അല്ലെങ്കിൽ സെന്റ് മാരീസ് കോളേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ട്രസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന സ്കൂളുകൾക്ക് അവർക്ക് ചെയ്യാം, അതിൽ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ മൊത്തമായിട്ട് ഗവൺമെന്റിന്റെ ഒരു ഉദാഹരണത്തിന് കേരളത്തില് ഇപ്പോ ഇവിടെ നാട്ടില് പറയുകയാണെന്നുണ്ടെങ്കിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടലി ഗവൺമെന്റ് ആണ്. അപ്പൊ അവിടെ ഒന്നും യാതൊരു ഒരു റിലീജിയന്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അതേ സ്ഥാനത്ത് ഫറൂഖ് കോളേജിന് എന്ത് ചെയ്യാൻ പറ്റും? ഫറൂഖ് കോളേജ് ഒരു മാനേജ്മെന്റ് ട്രസ്റ്റിന്റെ അണ്ടറിലുള്ളതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഡിഫറൻസ് മനസ്സിലായില്ലേ? ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ 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 ഫൈൻ. ഓക്കെ, ഇനി 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം, കാരണം എന്റെ ലാപ്ടോപ്പിന്റെ ചാർജ് തീർന്നു, അത് കുത്തിയിട്ടില്ല. എനിവേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 10 മണിയാകാറില്ലേ? അപ്പോ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് ഒരാള് അറസ്റ്റ് ചെയ്തിട്ട് ഒരാള് കമ്മിറ്റ് ചെയ്ത ഒഫൻസിന് അയാള് ജയിലിൽ അടച്ചു. അപ്പൊ അത് ജയിലിൽ അടക്കുന്ന സമയത്ത് ഓൾറെഡി ഇപ്പൊ ഞാനൊരു ക്രൈം ചെയ്തു, ഞാനൊരു കുറ്റം എന്തോ ചെയ്തു, ആ കുറ്റത്തിന് ശിക്ഷ ഓൾറെഡി ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല. ഓക്കെ, ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനത്തെ ഒരു ക്രൈം ചെയ്തിട്ടില്ല. കാരണം അത് പറയാൻ കാരണം നിങ്ങൾ ആരെങ്കിലും ഈ 1992 സ്കാം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മുമ്പ് സെബിയുടെയും RBI ഗവൺമെന്റിനൊക്കെ ഫ്രോഡ് ചെയ്തിട്ടുള്ള ഒരു കുറെ ഫ്രോഡുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഗവൺമെന്റിനെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഫ്രോഡ് ചെയ്ത ആളുകളുണ്ട്. സിസ്റ്റത്തിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കള്ളക്കടത്തുകളും മണി ലോണ്ടറിങ് ഒക്കെ നടത്തിയ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബ്രോഡർ കോൺസെപ്റ്റിൽ ആലോചിച്ചാൽ ഇത് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഓൾറെഡി ഇല്ലാത്ത നിയമങ്ങൾ വെച്ചിട്ട് ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല. ഓൾറെഡി നിയമം ഉണ്ടായിരിക്കണം. ഓക്കെ, ഓൾറെഡി നിയമം ഇല്ലെങ്കിൽ അയാളെ ഇല്ലാതെ ചെയ്തത് ഒന്നത് എക്സ് പോസ്റ്റ് ഫാക്ടർ ലോ എന്ന് പറയുന്നത്.
രണ്ടാമത്തത് ഡബിൾ ജിയോപാർഡി. ഡബിൾ ജിയോപാർഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഒഫൻസിന് തന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ. മൂന്നാമത്തെ സെൽഫ് ഇൻക്രിമിനേഷൻ. ഞാനൊരാളെ കൊന്നു, ഞാൻ പറയുന്നത് ഞാൻ കൊന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ കൊന്നു എന്നുള്ളത് ഞാൻ നിർബന്ധമായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനും വക്കീൽസിനാണ്. ഓക്കെ. ഞാൻ സ്വയം വിറ്റ്നസ് ആവേണ്ട ആവശ്യം എനിക്കില്ല കോടതിയിൽ. ഇത് കോടതിയാണ് തെളിയിക്കേണ്ടത്. കോടതിയല്ല, പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആണ് തെളിയിക്കേണ്ടത്. മനസ്സിലായില്ലേ? സിമ്പിൾ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ ആർട്ടിക്കിൾ 28 വരെ നമ്മൾ പറഞ്ഞു. No, sir, nothing. ഓക്കെ. യസിത ഒക്കെ ക്ലിയർ അല്ലേ? Yes, sir. Doubts ഒന്നുമില്ല. ഓക്കെ. ഈ ക്ലാസ് എടുക്കുന്ന രീതി എന്തെങ്കിലും മാറ്റണോ? എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. വളരെ ഓപ്പൺ ആയിട്ട് പറയാം. കാരണം ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഏത് രീതിയിലും നമുക്ക് ക്ലാസ്സസ് മാറ്റിയെടുക്കാം. അതിലൊന്നും യാതൊരു കാര്യങ്ങളും ബുദ്ധിമുട്ടും വിചാരിക്കും. ക്ലാസ് ഒന്നുകൂടെ ആക്റ്റീവ് ആക്കണം. എങ്ങനെ ആക്റ്റീവ് ആക്കണം? കൂടുതൽ ക്ലാസ് ഉണ്ടാക്കണം എന്നാണോ? അതോ അതല്ല, ഡിസ്കഷൻ അങ്ങനെയല്ല. നമ്മൾ കുട്ടികളെ തന്നെ ഇന്ററാക്ട് ചെയ്ത് നമ്മളെല്ലാരും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അപ്പൊ ഇതൊന്നും ആരും ഒരു ബന്ധമില്ലാതെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന എല്ലാവരോടും വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് ഒക്കെ ചെയ്യാനുള്ള രീതിയിൽ നമ്മളൊരു വീട്ടില് എല്ലാവരും ഉള്ള റൂമിലൊന്നും ഇരിക്കരുത്. നമ്മളൊന്നും സെപ്പറേറ്റ് ആയിട്ട് വേറെ റൂമിൽ ഇതിന് വേണ്ടിയിട്ട് ടോട്ടലി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കഴിയുന്നതും അൺമ്യൂട്ട് ഒക്കെ ചെയ്തിട്ട് അധികവും കഴിയുന്നത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ഇന്റർവെൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഒക്കെ ചെയ്യുക. അതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ ഒക്കെ ചോദിക്കും. ഒന്ന് നമ്മളൊരു ഒരാളുടെ ഭാഗത്ത് നിന്ന് മാത്രമുള്ള വോയിസ് ആകുമ്പോൾ ശരിയാണ്, ക്ലാസ് വളരെ ബോറിംഗ്.